Dear students, today we are discuss Unit 2 Research from Etymology to Execution 21 to 49. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട ഏരിയസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്, സിഗ്നിഫിക്കൻസ് ഓഫ് സർവേയിങ് ഇൻ സെക്കൻഡറി സോഴ്സസ്, അണ്ടർസ്റ്റാൻഡിങ് വെൽ ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻ. ഈ മൂന്ന് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ബിഗിൻസ് ടു അവർ ഡിസ്കഷൻ, നമ്മൾ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഡെഫിനിഷൻ, എറ്റിമോളജി ആൻഡ് ടൈപ്പ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ശബ്ദ വേർഡ് എവിടെ നിന്ന് വന്നു, അതുപോലെ ടൈപ്പ് ഓഫ് റിസർച്ച്. ഇത് പേജ് 22-ൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ പേജ് 22-ലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ റിസർച്ച്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ aimed at discovering, interpreting and reviewing facts and information. The goal is to increase knowledge and devise new applications of that knowledge. The word research is originated from the Middle French recherche, meaning to go about a thing. അപ്പോൾ ഇതാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റിസർച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ എയിം എന്താണ്? സിസ്റ്റമാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് മാത്രമല്ല, സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എയിം ചെയ്യുന്നത് ഡിസ്കവറിങ്, ഇൻ്റർപ്രറ്റിംഗ്, റിവ്യൂയിങ് ഫാക്ട്സ്. ഫാക്റ്റുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഫാക്റ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ഫാക്റ്റുകളെ റിവ്യൂ ചെയ്യുന്നു, ആൻഡ് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നു. എന്താണ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് ഇൻക്രീസ് നോളജ് ഇൻക്രീസ് ചെയ്യുകയും പുതിയ ന്യൂ ആപ്ലിക്കേഷൻസ് ഓഫ് നോളജ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ് റിസർച്ചിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് വേർഡ് മീനിങ്, ഇതിൻ്റെ റിസർച്ച് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് മധ്യകാലഘട്ടങ്ങളിൽ ഫ്രാൻസിലാണ്. റിസർച്ചേ എന്നാണ് ഈ മീനിങ് ഓഫ്, അതിൻ്റെ മീനിങ് എന്താണ്? മീനിങ് ടു ഗോ അബൌട്ട് സീക്കിങ് എന്ന് വെച്ചാൽ എന്താണ്? ഗോ അബൌട്ട് സീക്കിങ് ആണ്, നമ്മൾ ചെന്ന് അന്വേഷിക്കുക. അതാണ് ഫ്രഞ്ച് മീനിങ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ മലയാളവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ റിസർച്ചിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞില്ല. അടുത്തത് സിആർ കോത്താരി ഡിഫൈൻഡ് റിസർച്ച് ഈസ് എ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റഡി. അതായത് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ട്രൂത്ത് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ട്രൂത്ത് കണ്ടെത്തുന്ന ഒരു ശാസ്ത്രശാഖയാണ്. എന്തിൻ്റെ സഹായത്തോടുകൂടി? സ്റ്റഡി, ഒബ്സർവേഷൻ, കമ്പാരിസൺ, എക്സ്പെരിമെൻറ്റ്. സ്റ്റഡിയുടെയും ഒബ്സർവേഷൻ്റെയും കമ്പാരിസൻ്റെയും എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സത്യം നേടിയെടുക്കുന്ന ഒരു സ്റ്റഡിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ദി സെർച്ച് ഫോർ നോളജ് ത്രൂ ദ ഒബ്ജക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അതെന്താ ചെയ്യുന്നത്? നോളജ് സെർച്ച് ചെയ്യുന്നത് ഒന്നതിനോടൊപ്പം, അതായത് ഒബ്ജക്റ്റിലൂടെയും സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെയും നമുക്കുണ്ടാവുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൂടെയാണ് റിസർച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, റിസർച്ച് OCED ഡിഫൈൻസ് ചെയ്യുന്ന എന്താണ് റിസർച്ചിനെ? റിസർച്ച് ആസ് എനി ക്രിയേറ്റീവ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി undertaking to increase the stock of knowledge including knowledge of humans, culture and society and use of knowledge devise new application. ഇവരും പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ എന്താണ് ഈ നോളജ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ഇൻക്ലൂഡിങ് ഹ്യൂമൻ നോളജ് വരെ ഹ്യൂമൻ നോളജ് ഇൻക്രീസ് ചെയ്യുന്നു. ഹ്യൂമൻ നോളജ്, ഹ്യൂമൻ കൾച്ചർ, അതുപോലെ അത് സൊസൈറ്റിക്ക് പുതിയ മേഖലകൾ തുറക്കുവാൻ സഹായിക്കുന്നു. അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പേജ് 24-ലെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഒരു റിസർച്ചിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം. അതായത് ഈ 5 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് റിസർച്ചിനുള്ളത്. സിസ്റ്റമാറ്റിക് ആയിരിക്കണം റിസർച്ച്. സിസ്റ്റമാറ്റിക് മീൻസ് മെത്തഡോളജിക്കൽ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അതായത് റിസർച്ചിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെത്തഡോളജി മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് മെത്തേഡ്. നേരത്തെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് മെത്തേഡിലൂടെ റിസർച്ച് പോകുന്നത്. സെക്കൻഡ്, എംപിരിക്കൽ മെത്തേഡ്. എംപിരിക്കൽ മീൻസ് ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. റിസർച്ച് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് പോയി ഒബ്സർവ് ചെയ്തിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ഫീച്ചേഴ്സ് അതാണ്. അതുപോലെ സെൽഫ്
സെൽഫ് കറക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആസ് എ ന്യൂ എവിഡൻസ് എമർജസ് കൺക്ലൂഷൻ ആർ സബ്ജക്റ്റ് ആർ റിവിഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. പുതിയ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പുതിയ നോളജുകൾ, പുതിയ എവിഡൻസുകൾ നമുക്ക് എമർജ് ചെയ്തുകൊണ്ടേ വരും. അപ്പോൾ ആ പുതിയ നോളജ് നമ്മുടെ കൺക്ലൂഷൻസിനും അതുപോലെ നമ്മുടെ സബ്ജക്റ്റിലും റിവിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കണം. സ്കെപ്റ്റിക്കലായിരിക്കണം. നമ്മൾ റിസർച്ച് എപ്പോഴും ചെയ്യേണ്ടത് സ്കെപ്റ്റിക്കലായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിങ് അപ്രോച്ച് റാദർ ദാൻ ദ അസ്യൂം ട്രൂത്ത്. നമ്മൾ ഒരു ട്രൂത്ത് കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ സത്യത്തിനെ കാട്ടിയും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ക്വസ്റ്റ്യനിങ് അപ്രോച്ചിലൂടെ റിസർച്ച് അങ്ങനെയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ മെത്തേഡിലായിരിക്കണം ഒരു എസെൻഷ്യൽ ഫീച്ചർ. ഏറ്റവും ലാസ്റ്റത്തെ എസെൻഷ്യൽ ഫീച്ചർ എത്തിക്കലായിരിക്കണം റിസർച്ച്. നമുക്ക് ഏതൊരു എസ്സെയാണ് എത്തിക്കലായിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രൊഫഷണലി ആയിരിക്കണം, ലീഗലി ആയിരിക്കണം. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിനൊരു സോഷ്യൽ സ്റ്റാൻഡേർഡ്സും വാല്യൂസും ഉണ്ടായിരിക്കണം. സോ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ചേഴ്സ് ഇൻക്ലൂഡിങ് പേജ് 24. What is systematic, empirical, self-correcting, skeptical and ethical. Now we are discussing ടൈപ്സ് ഓഫ് എത്തിക്സ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് പേജ് 25 നമ്മൾ ടൈപ്പ് ഓഫ് എത്തിക്സിനെ കുറിച്ച് ടൈപ്പ് ഓഫ് റിസർച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് റിസർച്ച് എന്താണ്? ടൈപ്പ് ഓഫ് റിസർച്ച് എന്തുവാ? എത്ര ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലോറേറ്റീവ് റിസർച്ച്, അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പ്ലനേറ്ററി റിസർച്ച്, ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇത്രയും ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരോ റിസർച്ചുകൾ എന്തൊക്കെയാണ്, ടൈപ്പ് ഓഫ് റിസർച്ച് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഇത് റിസർച്ച് ഈസ് ലൈക്ക് എ ജേർണി ഇൻ ടു ദ അൺനോൺ. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നതിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. വെൻ എ കമ്പനി വാണ്ട്സ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്ട്സ്, ഒരു കമ്പനി ഒരു കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ബട്ട് it's sure what customers we want. It can gather insight through a method like focus group of interview. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ കറക്റ്റായിട്ട് ഷുവറായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനാണ് ഇത് ആവശ്യം, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇത്, ഏത് തരത്തിലുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പുതിയ പ്രോഡക്റ്റ് ആവശ്യമുള്ളത്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ആരായിരിക്കും അവരെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂസ് നടത്തും. ദിസ് ഹെൽപ്പ് ദ കമ്പനി അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമൈസ് പ്രിഫറൻസ്. അപ്പം ഈ ഒരു ഇൻ്റർവ്യൂസ് നടത്തുമ്പോൾ കമ്പനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് കമ്പനിക്ക് മനസ്സിലാവുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമർ പ്രിഫറൻസസ്. കൺസ്യൂമറിന് എന്ത് പ്രിഫറൻസ് ആണ് ആവശ്യം, അതുപോലെ അത് ഫൈനായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ബിഫോർ ലോഞ്ചിങ്ങിന്, അതായത് ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു ഗുണം എന്താണ്? പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ടൈപ്പ് ഓഫ് റിസർച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫെയില്യൂറിൻ്റെ റിസ്ക് കുറയ്ക്കാം. ഞാനൊരു കമ്പനിയാണ്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് കമ്പനി ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഏത് ടാർഗറ്റ് ഗ്രൂപ്പിനെയാണോ മെൻഷൻ ചെയ്യുന്നത് അവരെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരാജയത്തിൽ നിന്ന് നമുക്ക് പരാജയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാം. ദ റിസർച്ച് മിറർ ഓഫ് അവർ നാച്ചുറൽ ക്യൂരിയോസിറ്റി ഓഫ് ഹ്യൂമൻ. അതായത് റിസർച്ച് എന്ന് പറയുന്നത് ഒരു മിററാണ്, ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ നാച്ചുറലി ഹ്യൂമൻ ബീങ്ങിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റി ഒരു ദർപ്പണമാണ് റിസർച്ച് എന്ന് പറയുന്നത്. വി സേക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്റീരിയസ് ലൈഫ്. നമ്മളെപ്പോഴും നമ്മുടെ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അലോ ചെയ്യുമ്പം നമ്മൾ ഡീപ്പറായിട്ടുള്ള അൺകവർ ആയിട്ടുള്ള പുതിയ ഇൻസൈറ്റുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ദ റിസർച്ച് ലൈക്ക് എ പോയിനിയർ ഓപ്പൺ സർപ്രൈസ് ചലഞ്ച് അസൈഡ് നോഷൻ ഓഫ് ഡിസ്കവറി സംതിങ് ട്രൂലി ന്യൂ. റിസർച്ചേഴ്സ് എപ്പോഴും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ചലഞ്ചസും സർപ്രൈസസ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ദ പ്രോസസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഈസ് ആൻ ഓർഗാനിക് വിത്ത് നോ ഫിക്സ്ഡ് ഡിസ്റ്റൻഷൻ. ഒരു ഡിസ്റ്റൻഷൻ ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈച്ച് ഡിസ്കവറി നമുക്ക് ഈ ടൈപ്പ് ഓഫ് റിസർച്ചിൽ നമ്മൾ ഓരോ ഡിസ്കവറിയും പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പുതിയ ക്രിയേറ്റിംഗ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പുതിയ കോസ്റ്റ് ഓഫ് നോളജ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾവേസ് മോർ ടു ലേൺ. നമുക്ക് ഈ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ പിന്നെയും പഠിക്കണം. സോ ദിസ് ഹ്യൂമാനിറ്റി ഈസ് റിസർച്ച് ബോർഡൻ അവർ അണ്ടർസ്റ്റാൻഡിങ് ബ്രിങ് ആസ് എ ക്ലോസർ വിസ്ഡം. നമുക്ക് യഥാർത്ഥത്തിൽ ഈ റിസർച്ച് പഠിക്കുമ്പോൾ നമ്മൾ വിസ്ഡത്തോട് അടുത്ത് നിൽക്കും, അതായത് അൾട്ടിമേറ്റ് നോളജിൻ്റെ അടുത്തോട്ട് പോകുന്ന ഒരു തരത്തിലുള്ള ലോകമാണ്. വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ നോക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് നോളജ്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വേർഡിൽ തന്നെയുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഫോക്കസസ് ഓൺ കെയർഫുള്ളി ഒബ്സർവിങ് ആൻഡ് ഡോക്യുമെൻറ്റിങ് ദ വേൾഡ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചാൽ വിവരണാത്മകമായ റിസർച്ച്. അതെന്താ ഫോക്കസ് ചെയ്യുന്നത്? കെയർഫുള്ളി ഒബ്സർവിങ് ആൻഡ് ഡോക്യുമെൻറ്റിങ് ദ വേൾഡ്. ഒബ്സർവ് ചെയ്തിട്ട് വേൾഡിനെ ഡോക്യുമെൻറ്റ് ചെയ്യും.
അത് മുമ്പ് വിത്തൗട്ട് പ്രീസെറ്റ് പ്രീ ഐഡിയാസ്, മുമ്പ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയാസ് ഒന്നും ഇല്ല, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന ഐഡിയാസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് കെയർഫുള്ളി ഒബ്സർവ് ചെയ്യും, ഡോക്യുമെന്റേഷൻ ചെയ്യും. ലൈക്ക് എൻ എക്സ്പ്ലോറർ മാപ്പിംഗ് അൺലോൺ ലാൻഡ്, അതായത് ഒരു അറിഞ്ഞൂടാത്ത ഒരു ലാൻഡിലെ മാപ്പ് നോക്കി എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ, അറിഞ്ഞൂടാത്ത സ്ഥലത്തെ മാപ്പ് നോക്കി എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്, നമ്മൾ എന്തവിടെ കാണുന്നു, നമ്മൾ എന്നിട്ട് ആ എക്സ്പീരിയൻസ് സാധനത്തിന് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതെവിടെ എന്ത് കാണുന്നു, എന്ത് ഹേർഡുന്നു, എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അത് നമ്മൾ ഡാറ്റ വഴി നമ്മൾ എല്ലാവർക്കും എത്തിക്കും. ഫോർ എക്സാമ്പിൾ, എ സോഷ്യോളജി മൈറ്റ് സ്റ്റഡി എ സോഷ്യൽ മീഡിയ ഹാബിറ്റ് ഓഫ് യങ് അഡൾട്ട്. അതെന്ന് വെച്ചാൽ ഒരു സോഷ്യോളജിസ്റ്റ് ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു ഹാബിറ്റ്, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഹാബിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ദേ ആർ കളക്ടിങ് ഡാറ്റാസ്, ഫ്രീക്വൻസീസ്, പ്രിഫേർഡ് പ്ലാറ്റ്ഫോം, ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണമെന്നും ഏത് കണ്ടന്റ് ഓഫ് ടൈപ്പ് എടുക്കണമെന്നും അവർ ഡീറ്റെയിൽഡി എന്ത് ചെയ്യുന്നറിയാമോ, ഡിസ്ക്രിപ്റ്റ് ചെയ്തെടുക്കും. അത് ഡീറ്റെയിൽഡി ഓവർവ്യൂ ചെയ്യും. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിനയാണ്. നമ്മൾ പിക്കിംഗ് അപ്പ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ വേൾഡ് അറൗണ്ട്. നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരോടും വിവരാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം, എല്ലാവരോടും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇത് ഒരു കോംപ്ലക്സിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മേക്കിംഗ് സെൻസ് ഓഫ് ദ വേൾഡ്. നമുക്ക് വേൾഡിനെ കുറിച്ച് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഒബ്സർവേഷൻസ് നീഡ് ടു ഡീപ്പർ എൻക്വയറി. നമ്മളെ ഒബ്സർവേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡീപ്പർ എൻക്വയറി കിട്ടുന്നത്. അതുപോലെ അടുത്തത് എക്സ്പ്ലനേറ്ററി റിസർച്ച്. 2 ടൈപ്പ് കഴിഞ്ഞു. എക്സ്പ്ലനേറ്ററി റിസർച്ച് സീക്ക് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വൈ തിങ്സ് ഹാപ്പൻ. എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. അതായത് എക്സ്പ്ലനേറ്ററി റിസർച്ച് സീക്സ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വൈ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. ആസ് എ ഹ്യൂമൻ വി നാച്ചുറലി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റീസൺ ബിഹൈൻഡ് നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഫിനോമിന. നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്താണ്, നാച്ചുറലി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് റീസൺ ബിഹൈൻഡ് ആയിട്ടുള്ള നാച്ചുറൽ ഓർഡർ എന്താണ്, സോഷ്യൽ ഫിനോമിന എന്താണെന്ന് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ടൈപ്പ് ഓഫ് റിസർച്ച് ഹെൽപ്പ് ടു ബാക്ക് ടു ലേയേഴ്സ് ആൻഡ് അൺകവർ കോർ കോസ് ഓഫ് ഇവന്റ്. അതായത് ഈ തരത്തിലുള്ള എക്സ്പ്ലനേറ്ററി റിസർച്ച് നമുക്ക് എന്താ ചെയ്യുന്നത്, കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ലേയേഴ്സിനെ നമുക്ക് അൺകവർ ചെയ്തു തരും. അത് നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ള കോംപ്ലക്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അൺകവർ ചെയ്തു തരും. വൈ സംതിങ് ഹാപ്പൻസ് എന്ന് നമ്മൾ ഇന്റലക്ച്വലി സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ എക്സ്പ്ലനേറ്ററി റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതുകൊണ്ടിട്ടാണ് തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, വി അണ്ടർസ്റ്റാൻഡ് വൈ ക്രോപ്സ് ഈൽഡ് ആർ ലോ. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ട് വിളകൾ വളരെ കുറച്ച് മാത്രമേ വിളഞ്ഞുള്ളൂ. വി ക്യാൻ ടേക്ക് സ്റ്റെപ്പ് ടു ഇൻക്രീസ് ദം. നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് ചെയ്യുമ്പോൾ അതിനെ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നോയിങ് വൈ ഡിസീസ് സ്പ്രെഡ് ഹെൽപ്പ് us ടു കണ്ടെയ്ൻ എപ്പിഡമിക്സ്. നമ്മൾ അല്ല അസുഖമാണ് വന്നതോ എങ്കിൽ ഡിസീസാണ് വന്നതെങ്കിൽ അത് എന്തുകൊണ്ട് സ്പ്രെഡ് ചെയ്തു. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ റൂട്ട് കോസ് ഓഫ് സോഷ്യൽ പ്രോബ്ലം. അതിൻ്റെ സോഷ്യൽ പ്രോബ്ലം എന്താണ്, എഫക്റ്റീവ് സൊല്യൂഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കും. എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഈസ് എംപവറിംഗ്. വി നോ ദ കോസ് ഓഫ് അവർ ബിഹേവിയർ ആൻഡ് തോട്ട്. നമ്മുടെ ബിഹേവിയറിൻ്റെയും തോട്ടിൻ്റെയും കാരണം നോക്കും. അതുപോലെ തന്നെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇൻഫോംഡ് ആയിട്ട് ചെയ്യും. അതാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. അടുത്തത് വാട്ട് ഈസ് ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ച് ഈ സെൻസ് ദ ഡ്രോൺ ഓഫ് സിവിലൈസേഷൻ ഹ്യൂമൻ ക്യൂരിയോസിറ്റി ഹാസ് ഡ്രിവൺ us to explore and understand the world. അതായത് ഈ സിവിലൈസേഷൻ ഉണ്ടായ കാലം മുതലേ മനുഷ്യൻ എപ്പോഴും ക്യൂരിയസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ വേൾഡിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ഡിസ്കവറി ആൻഡ് അഡ്വാൻസ്മെൻറ്റ്. അതൊക്കെയാണ്, അതായത് ഈ വേൾഡിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, വേൾഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ എവിടേക്ക് ഡിസ്കവറിയിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ നമുക്ക് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റിലേക്ക് നമ്മളെ നയിച്ചത്. അതുപോലെ വൈ വി ഷുഡ് ഇൻവെസ്റ്റ് ദ ബേസിക് റിസർച്ച്. നമ്മൾ എന്തിനാണ് ഈ ബേസിക് റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ഹാവ് ആൻ ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡിസ്കവറി ഓഫൺ അൺപ്രഡിക്റ്റബിൾ. ഇതിൻ്റെ ബേസിക് റിസർച്ചിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ദെയർ ഇൻട്രസ്റ്റ് വിത്തൗട്ട് എ സ്പെസിഫിക് ഗോൾ ഓഫ് മൈൻഡ്. ബേസിക് റിസർച്ച് നടത്തുന്ന ആൾക്ക് ഒരു സ്പെസിഫിക് ഗോളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് റിസർച്ച് ഓൾസോ നോൺ ആസ് എ പ്യുവർ ആൻഡ് ഫണ്ടമെന്റൽ റിസർച്ച് ഫോക്കസിങ് ഓൺ എക്സ്പാൻഡിങ് ജനറൽ സയൻറ്റിഫിക് നോളജ്.
തിയറി വിത്തൗട്ട് എനി സ്പെസിഫിക് മോട്ടീവ് ആൻഡ് പ്രാക്ടിക്കൽ ക്ലെയിം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബേസിക് റിസർച്ച് എന്ന് പറയുന്നതിന് നമ്മൾ പ്യുവർ നോളജ് എന്നോ ഫണ്ടമെന്റൽ നോളജ് എന്നോ നമുക്ക് പറയാം. അത് ഫോക്കസ് ചെയ്യുന്നത് എക്സ്പാൻഡിങ് ദ ജനറൽ സയന്റിഫിക് നോളജ് ആണ്. നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ സയന്റിഫിക് നോളജിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് സ്പെസിഫിക് മോട്ടീവോ പ്രാക്ടിക്കൽ ക്ലെയിമോ ഒന്നും അല്ല. ഫോർ എക്സാമ്പിൾ കൺസിഡർ ഇലക്ട്രിസിറ്റി ആസ് ആൻ എക്സാമ്പിൾ. 18-19 സെഞ്ചുറിയിലേക്ക് സയന്റിസ്റ്റ് കണ്ടക്ടഡ് എക്സ്പെരിമെന്റ്സ് ഓൺ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് പ്യൂർലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. 18-19 നൂറ്റാണ്ടായപ്പോൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇലക്ട്രിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, ഇലക്ട്രിസിറ്റി എന്താണ്, അതിന്റെ എക്സ്പെരിമെന്റ്സ് നടന്നുകൊണ്ടിരുന്നു. അറ്റ് ദ ടൈം ദി സ്റ്റഡി മേ ബി ഹാവ് സീംഡ് എയിംലെസ്, ലക്ഷ്യമില്ലാതെ അങ്ങ് സ്റ്റഡി ചെയ്തുകൊണ്ടേയിരുന്നു. ഹൗവർ ദേ ലീഡ് ടു ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രിക് മാഗ്നറ്റിസം ആൻഡ് ദി ക്രിയേഷൻ ഓഫ് ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രിക് മോട്ടർ, ലൈറ്റ്, ബൾബ് ആൻഡ് ഇലക്ട്രിക് ഗ്രിഡ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കൊരു ദേ ഹാവ് എയിംലെസ് ആയിരുന്നുവെങ്കിലും അവർക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം കണ്ടുപിടിച്ചപ്പോൾ ആ ഒരു കണ്ടുപിടുത്തമാണ് ഇലക്ട്രിക് മോട്ടർ, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഗ്രിഡ്, അങ്ങനെയുള്ള ആ ഒരു കണ്ടുപിടുത്തം അതിലേക്ക് വഴിതെളിച്ചു. ടെക്നോളജീസും പവർഫുൾ ആയിട്ടുള്ള വേൾഡ് ഡെവലപ്പായി. സിമിലർലി ആൽബർട്ട് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി വാസ് ഡെവലപ്ഡ് ടു അഡ്രസ് എക്സിസ്റ്റിംഗ് തിയറീസ്. നോ ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ പർപ്പസസ്. അദ്ദേഹത്തിൻ്റെ അതിനൊന്ന് പ്രത്യേകിച്ച് ഈ ഒരു റിലേറ്റിവിറ്റി തിയറിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള പെട്ടെന്നുള്ള പ്രാക്ടിക്കൽ പർപ്പസസ് ഒന്നും അല്ല. ബട്ട് വർക്ക് ലേറ്റർ മോഡേൺ ടെക്നോളജിക്ക് ഡെവലപ്മെൻറ്റിന് അത് ഒരുപാട് ഉപയോഗിച്ചു. ഇതിൻ്റെയൊക്കെ ചൂട് പിടിച്ചാണ് നമ്മുടെ സോളാർ പാനലുകൾ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ദർ ഈസ് നോ ലിമിറ്റേഷൻസ്. അതൊരു മോട്ടീവ് ഇല്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് കാൺ പ്രെഡിക്റ്റ്. നമ്മൾ ഇങ്ങനെ നടക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ ബേസിക് റിസർച്ച്. ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് പുതിയ ഐഡിയാസ് എക്സ്പാൻഡ് ചെയ്യുക, ഫ്യൂച്ചറിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക, എക്സ്പാൻഡിങ് ചെയ്യുക. വൈൽ റിസർച്ച് ഈസ് എ ക്ലിയർ ആപ്ലിക്കേഷൻ ഓഫ് ഇമ്പോർട്ട്മെന്റ്. അതായത് നമ്മൾ ഒരു റിസർച്ച് ഈക്വലി വൈറ്റൽ ആവണമെങ്കിൽ ഈറ്റ്സ് ഇൻ ദ വാട്ട് ഇഫ്, എന്തായിരിക്കണം അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ ടുഡേ ക്യാൻ ലീഡ് ടു ബ്രൈറ്റർ ടുമോറോ. അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളെ നല്ലൊരു നാളേക്ക് റിസർച്ച് നയിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ത്രൂ ദ ബെനിഫിറ്റ് ഓഫ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്, നമുക്ക് ബേസിക് റിസർച്ച് നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടൂല. പക്ഷെ അതെന്താ ചെയ്യുന്നറിയാമോ, നമ്മുടെ അഡ്വാൻസ്മെന്റിന്റെ, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഒരു റോഡാണ് ബേസിക് റിസർച്ച് നമുക്ക് വെട്ടിത്തരുന്നത്. അടുത്തത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സയന്റിഫിക് നോളജ് ആൻഡ് റിയൽ വേൾഡ് പ്രോബ്ലം. അതായത് ഈ അപ്ലൈഡ് റിസർച്ച് എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. സയന്റിഫിക് നോളജും റിയൽ വേൾഡ് പ്രോബ്ലവും ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇറ്റ് ടേക്സ് ദ ബേസിക് സയൻസ്, യൂസ് ദം ദ ക്രിയേറ്റീവ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സ്. എന്ന് വെച്ചാൽ എന്താണ് ഇതെന്ന് പറയുന്നത്, ഈ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബേസിക് സയൻസ് യൂസ് ചെയ്തിട്ട് മനുഷ്യന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻസിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കാണും. സൊല്യൂഷൻസ് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് പ്രാക്ടിക്കലി കാണും. വി റിസർച്ച് എക്സ്പാൻഡ് ടു അണ്ടർസ്റ്റാൻഡിങ്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഹൗ തിങ്സ് വർക്ക് ഇൻ പ്രാക്ടീസ്. അതാണ് ആ വേർഡ്. ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ലീഡിങ് ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. നമ്മുടെ എങ്ങനെയാണ് ഈ അപ്ലൈഡ് റിസർച്ച് നടത്തുന്നത്, എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് നമ്മുടെ ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മെനി സിവിലൈസേഷൻസ് അച്ചീവ്മെന്റ് ഹാവ് ഫ്രം ക്രിയേറ്റിവിറ്റി ഓഫ് തിയററ്റിക്കൽ നോളജ്. ഓരോ സിവിലൈസേഷൻസും എന്ത് ചെയ്തിരിക്കുന്നു, ഓരോ അച്ചീവ്മെന്റ്സും എല്ലാം തന്നെ തിയററ്റിക്കൽ നോളജ് ഡിറൈവ്ഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ഇലക്ട്രോ മാഗ്നറ്റിസം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ മാഗ്നറ്റിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്ട്രിക് പവർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അത് വന്നതിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്തത്. അറ്റോമിക് തിയറി ലീഡ് ടു ന്യൂക്ലിയർ എനർജിക്ക് കാരണമായി തീർന്നു. ബാക്ടീരിയോളജിക്കൽ സയൻസ് മോഡേൺ മെഡിസിന് കാരണമായി തീർന്നു. അപ്ലൈഡ് റിസർച്ചിന്റെ എക്സാമ്പിൾസ് ആണ്. വിത്തൗട്ട് ദിസ് കണക്ഷൻ ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പം തിയറിയും പ്രാക്ടീസും കൂടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. മെനി മോഡേൺ ടെക്നോളജീസ് വുഡിന്റ് എക്സിസ്റ്റ്. തിയറിയും പ്രാക്ടീസും ഇല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഒരു ടെക്നോളജിയും കാണത്തില്ല. അപ്പൊ ഈ അപ്ലൈഡ് ഇതിനകത്ത് എപ്പോഴും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് വരുന്നത്.
തിയറിയും അതുപോലത്തെ പ്രാക്ടീസുമായിട്ട്. ഐസക് ന്യൂട്ടൺ ഓൺസ് സെഡ്, ഇഫ് ഐ ഹാവ് സീൻ ഫർദർ ഇറ്റ് ഹാസ് ബീൻ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഗാൻസ്, ഈച്ച് ജനറേഷൻ ബിൽഡ് ഓൺ ദ നോളജ് ഓഫ് ദോസ് ഹൂ കെയിം ബിഫോർ. അതായത് ഞാൻ ഇനി എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇനി ഫർദർ ഞാൻ ചെയ്തിട്ട് ഞാനത് എന്ത് ചെയ്യും, അടുത്ത തലമുറയുടെ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജനറേഷൻസ്കാരാണ് അതെന്ത് ചെയ്യുന്നത്, അവർ വരുന്നതിന് മുമ്പേ തന്നെ നോളജ് തുടങ്ങി വയ്ക്കും. വൈൽ അവർ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നെവർ കംപ്ലീറ്റ്. ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കൽ കംപ്ലീറ്റ് ആവാതെ അപ്ലൈഡ് റിസർച്ച് എന്ത് ചെയ്യുമല്ല, കംപ്ലീറ്റ് ആവത്തില്ല. അപ്പം ദെൻ അപ്ലൈഡ് റിസർച്ച് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ലൈഫിൻ്റെ നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഡെവലപ്പായി പോകത്തില്ല, മാറിപ്പോകത്തില്ല. അപ്പോൾ ദ പ്രോസസ് ഈസ് ഓൺഗോയിങ് ആൻഡ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ബേസിക് സയൻസ് എക്സ്പ്ലോർ ആണ്. അതായത് ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരവാണ്. ഇതിനകത്തും ദർ ഈസ് നോ ലിമിറ്റ് ടു സയൻറ്റിഫിക് നോളജ്. നമ്മൾ അപ്ലൈഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ത്രോഫുള്ളി നമ്മൾ അപ്ലൈഡ് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനി വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് നോളജ്? ക്വാണ്ടിറ്റേറ്റീവ് വേർഡ് മീനിങ് തന്നെയുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് എ കീ മെത്തേഡ് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിലെ ഏറ്റവും കീ മെത്തേഡായിട്ടുള്ള ഒരു മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. എന്താ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്? സ്റ്റഡിയിങ് പാറ്റേൺസ് യൂസിങ് നമ്പേഴ്സ് ആൻഡ് ഡാറ്റ. നമ്പേഴ്സും ഡാറ്റയും വെച്ചിട്ട് പാറ്റേൺസ് സ്റ്റഡി ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, സോഷ്യോളജിസ്റ്റ് മൈറ്റ് എക്സാമിൻ വോട്ടർ ടേൺ ഔട്ട് അക്രോസ് ദ ഏജ് ഗ്രൂപ്പ് ഓവർ 5 ഇലക്ഷൻസ്. അതായത് എന്ത് ചെയ്യുവാണ്, നമ്മൾ സോഷ്യോളജിസ്റ്റ് വോട്ടറുടെ സ്വഭാവത്തെ, ടേൺ ഔട്ടിനെ കുറിച്ച്, അതായത് 5 ഏജ് ഗ്രൂപ്പ് ഓവർ 5 ഇലക്ഷൻസ്, 5 ഇലക്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ വോട്ടിംഗ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. If 80 to 29 old constantly show lower turnout compared to old voters. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 18 മുതൽ 29 വരെയുള്ള ആൾക്കാർ കൺസിസ്റ്റൻ്റ്ലി വളരെ കുറച്ച് മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. അതായത് പ്രായപൂർത്തിയായ ഓൾഡർ വോട്ടേഴ്സിനെ കാട്ടിയും അവർ കുറച്ചേ ചെയ്യാറുള്ളൂ. ഇത് സ്റ്റാറ്റിക്കലി അനലൈസ് ചെയ്യും, എന്നിട്ട് അത് ഒരു കൺഫേം നേരത്തെ പാറ്റേൺ കൺഫേം ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈ യൂസിങ് മെഷറബിൾ ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്ലിയർ എവിഡൻസ് വേണം, ടെസ്റ്റ് തിയറീസ് വേണം, ഹെൽപ്പിംഗ് യസ് മൂവ് ബിയോണ്ട് ദ തിങ്കിങ് വേണം. ഇറ്റ് അലോ ടു അൺകവർ ഹിഡൻ പാറ്റേൺ. അൺകവർ ആയിട്ടുള്ള ഹിഡൻ ഫാക്ടർ അലോ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്താ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ഫിഗർ 121 SPSS, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസർ യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഈ അറ്റ് ദ കോർ ഓഫ് റിസർച്ച് റിഫ്ലക്ട് ദ ഡീപ്പ് ഓഫ് ഹ്യൂമൻ ഡിസയർ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫുൾഫിൽ ദ ഇൻ്റലക്ച്വൽ നീഡ് പ്രൊവൈഡിങ് ക്ലിയർ. അതായത് നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നീഡ്സിനെ ക്ലിയർ ആക്കുന്നത് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ്. ബിക്കോസ് ക്ലിയർ ആയിട്ടുള്ള പാറ്റേൺ കാണും, ക്ലിയർ ആയിട്ടുള്ള നമുക്ക് മെഷർ ചെയ്യാനുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അപ്പം ബിഹൈൻഡ് ദ നമ്പേഴ്സ് കാണും. അപ്പോൾ സയൻറ്റിസ്റ്റും സ്കോളേഴ്സും എല്ലാം വളരെ ഡാറ്റാസ് ആക്യുറേറ്റ് ഡാറ്റാസ് ആയിരിക്കും. ഏൻഷ്യൻ്റ് ടൈം മുതലേ ഈ ഒരു ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് നമ്മൾ റിസർച്ചിന് ഉപയോഗിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് മോർ ദാൻ ജസ്റ്റ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് പെർസ്യൂട്ട് ഓഫ് ദ നാച്ചർ ഓഫ് തിങ്. അത് നമ്പർ മാത്രമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പെർസ്യൂട്ടും കൂടിയാണ്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് അവർ കോംപ്ലക്സ് വേൾഡ്. നമ്മുടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡിനെ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ബിയോണ്ട് നമ്പേഴ്സിനെ കാട്ടി നമുക്ക് വേണ്ടത് ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ദ ഫോക്കസിങ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് റാദർ ദാൻ മെഷറിങ്. നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് ഫോക്കസസ് ഓൺ ദ ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്പേഴ്സിനെ കാട്ടിയും ക്വാളിറ്റേറ്റീവിനെ കാട്ടിയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വേൾഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ വേൾഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ത്രൂ ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിൻ്റെ ഇംപ്രഷൻസ് വെച്ച്. നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസുകളെയാണ്. അപ്പം ദേ അൺകവർ പീപ്പിൾ സ്റ്റോറി, ആൾക്കാരുടെ കഥ അൺകവർ ചെയ്യും, മോട്ടിവേഷൻസ് അൺകവർ ചെയ്യും, അവരുടെ പെർസ്പെക്റ്റീവ്സ് അൺകവർ ചെയ്യും, അതുപോലെ തന്നെ അവരെ എക്സ്പ്ലോർ ചെയ്യും. അതുപോലെ അങ്ങനെയൊക്കെയാണ് അവരുടെ ഇൻസ്ട്രുമെന്റ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഇൻസ്ട്രുമെന്റ് അതാണ് ദിസ് ഓപ്പൺ എൻഡഡ് എൻക്വയറി. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് അവർ കണ്ടെയ്ൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത് ഓപ്പൺ എൻഡഡ് എൻക്വയറിയാണ്. അതിനകത്ത് നമ്പേഴ്സോ മറ്റു കാര്യങ്ങളോ കാട്ടിയും കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നത് ബിഹേവിയർ ആണ്, ഹ്യൂമൻ ബിഹേവിയർ ആണ്. വൈൽ ക്വാളിറ്റേറ്റീവ് ഫൈൻഡിങ് മേ നോട്ട് ബി ജനറലൈസ്ഡ്. ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല.
We value the qualitative research for its ability to clarify and emphasizing human experience. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ വാല്യൂ ചെയ്യാം. ഇറ്റ് കോംപ്ലക്സിറ്റി ആയിട്ടുള്ള സോഷ്യൽ ലൈഫിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് വേണം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കീപ്പ് അസ് ഗ്രൗണ്ടഡ്, ബട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഗീവ് അസ് വിങ്സ്. അതായത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് എപ്പോഴും ഗ്രൗണ്ട് തരും, നമുക്ക് നിന്ന് കളിക്കാനുള്ള സ്ഥലം തരും. പക്ഷെ നമുക്ക് ചിറകുകൾ തരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് വേണം. ടുഗദർ ഗൈഡസ് ഓൺ അവർ ജേണി ടുവേഴ്സ് വിസ്ഡം. രണ്ടും കൂടെ, ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് വിസ്ഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് റിസർച്ചിൻ്റെ ആ ജേണി നമുക്ക് നടക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? അതൊരു ഫിഗറാണ്, അതായത് ഒരു ചാർട്ടാണ്. അത് നമ്മൾ അതിനകത്ത് 30ാമത്തെ പേജിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത എസ്സെയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച് പേജ് 31 നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിലുള്ളത്. അപ്പം നിങ്ങൾ ഈ എസ്സേ പഠിക്കുന്ന സമയത്ത് ഈ പേജ് 31 കൂടെ കാണാതെ ഒന്ന് പഠിച്ചു പോയാൽ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു കാരണവശാലും ഇതേ സെൻറ്റൻസുകൾ തന്നെ നമുക്ക് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ കാണുമെന്നോ അല്ലെങ്കിൽ അതേ സെൻറ്റൻസ് തന്നെ എഴുതാൻ പറ്റുമെന്നോ നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദ ഗ്രേറ്റ് ട്രീ, അതായത് വാട്ട് ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച്? ദ ഗ്രേറ്റ് ട്രീ ഓഫ് നോളജ് ഗ്രോ ടോൾ വിത്ത് മെനി ഇന്റർവൺ ബ്രാഞ്ചസ് ബട്ട് ഇറ്റ് റൂട്ട് ആൻഡ് റൺ ഡീപ്പ്. അതായത് ഒരു വലിയ അറിവിൻ്റെ ഒരു മരം എന്ന് പറയുന്നത് അത് വളരെ വലിയ രീതിയിൽ വളഞ്ഞും കുറഞ്ഞും ഒക്കെ അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, ചരിഞ്ഞും വളഞ്ഞും. പക്ഷേ അതിൻ്റെ റൂട്ടുകൾ എന്ന് പറയുന്നത് വളരെ ആഴത്തിലായിരിക്കും. It expand understanding. We must gather existing knowledge, planting seed for future growth. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു നോളജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണേ, ഒരു സീഡിനെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തും കൂടെ നോക്കും. ഒരു സീഡിനെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അതിന് വളരാനുള്ള അവസ്ഥ, പിന്നെ അത് വളർന്നു കഴിഞ്ഞാൽ അത് നിൽക്കാനുള്ള പൊസിഷൻ എല്ലാം കൂടെ നമ്മൾ നോക്കും. ലൈക്ക് എ ബൊട്ടാണിസ്റ്റ് ഇൻ ദ വൈൽഡ്, ദ പ്രൈമറി റിസർച്ചർ എക്സ്പ്ലോർ അൺലോൺ ലാൻഡ് കളക്ടിങ് യൂണിക് സാമ്പിൾസ് ഫോർ ഡീറ്റെയിൽ സ്റ്റഡി. ഒരു ബോട്ടാണിസ്റ്റ് പോലെ, ഒരു ബോട്ടണിയെ കുറിച്ച് പഠിക്കുന്ന ആളെ പോലെ, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് പ്രൈമറി റിസർച്ച് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാത്ത ലാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ കളക്ട് ചെയ്യുകയും അതിൽ യൂണിക് ആയിട്ടുള്ള സാമ്പിൾ എടുക്കുകയും ഡീറ്റെയിൽ സ്റ്റഡിയും ചെയ്യും. അതുപോലെ പോയിനിയർ മാപ്പ് ഓഫ് ന്യൂ ടെറിട്ടറി, പുതിയ ടെറിട്ടറിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻസും ഒറിജിനൽ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പേഷ്യൻറ്റോടുകൂടി കെയറോടുകൂടി നമ്മളത് മനസ്സിലാക്കുന്നത്. സോ ഇത് സെക്കൻഡറി റിസർച്ചർ, the secondary researcher like a curator of vast garden of human knowledge. അതായത് ഒരു ഹ്യൂമൻ നോളജിൻ്റെ ഒരു കുറേറ്ററാണ്, അതായത് ഒരു വക്താവാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. അതായത് ഫാസ്റ്റ് ഡിസ്കവറികളുടെ ഇൻഫർമേഷൻസ് കൊണ്ടുവന്നിട്ട് പാറ്റേൺ കൊണ്ടുവന്നിട്ട് അതിന് ഗുഡ് ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് മോസ്റ്റ് വാല്യുബിൾ ഇൻസൈറ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്യാതറിങ് ഷെയറിങ് നോളജ് നമ്മൾ സെക്കൻഡറി ഇതിനകത്തുണ്ടാവും. ഇനി നമ്മളിത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രൈമറി റിസർച്ച് എന്താണ്, സെക്കൻഡറി റിസർച്ച് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ പ്രൈമറി റിസർച്ച് എന്താണ് ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് പ്രൈമറി റിസർച്ച്? പ്രൈമറി റിസർച്ച് എന്താണെന്ന് വെച്ചാൽ, പ്രൈമറി റിസർച്ച് റെഫേഴ്സ് ടു കളക്ഷൻ ഓഫ് ഒറിജിനൽ ഡാറ്റ. പ്രൈമറി റിസർച്ച് റെഫർ ചെയ്യുന്നത് എന്താണ്? ഒറിജിനൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പെസിഫിക്കലി ടൈലേർഡ് ടു എ പർട്ടിക്കുലർ റിസർച്ച് പ്രോജക്റ്റ്. ഒരു റിസർച്ച് പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ റിസർച്ച് പ്രോജക്റ്റിന് ആവശ്യമുള്ള ഡാറ്റകൾ നമ്മൾ ഒറിജിനലി കളക്ട് ചെയ്യുന്നതിനാണ് പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത്. This is a form of research aimed to producing new knowledge and answering novel questions. ഈ പ്രൈമറി റിസർച്ചിനകത്താണ് നമ്മൾ പുതിയ നോളജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ നോവലായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ഇറ്റ് ഈസ് എ ഹൈലി വാല്യൂഡ് അക്കാഡമിക്കലായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഈ പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്നതിന് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് എൻക്വയറി ആണ്. ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിലൈയിങ് ഓൺ അതേഴ്സ് ഫൈൻഡിങ്, നമ്മൾ മറ്റുള്ളവരുടെ ഫൈൻഡിങ്സ് റിലേ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് അലോ ആസ് ഒബ്സർവ് ഫസ്റ്റ് ഹാൻഡ്, നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ്. ആസ്ക് ന്യൂ ക്വസ്റ്റ്യൻ, ഡിസ്കവർ ഒറിജിനൽ ഇൻസൈറ്റ്. പ്രൈമറി നോളജ് എന്ന് വെച്ചാൽ പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പ്രൈമറി റിസർച്ചാണ്.
പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പ്രൈമറി റിസർച്ച് ആണ്. അതുപോലെ തന്നെ സമ്മറൈസ് അത് സമ്മറൈസ് ചെയ്യുകയല്ല, അത് റിവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈമറി റിസർച്ചറിന് സ്വന്തമായിട്ട് പാത്ത് ഉണ്ട്, സ്വന്തമായിട്ട് പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കും, ട്രൂത്ത് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പ്രൈമറി റിസർച്ച് അനലൈസ് ചെയ്യുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഡാറ്റയാണ്. അവൻ ആവശ്യമുള്ള ഡാറ്റാസ് അവൻ ക്യാരി ചെയ്തെടുക്കും. അതായത് പ്രാഥമികമായിട്ട് റിസർച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ, ഒറിജിനലി കൺസിസ്റ്റ് ചെയ്യുന്ന ഡാറ്റകളെ, ഒറിജിനൽ ആയിട്ടുള്ള ഡാറ്റകളെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റാസ് എന്ന് പറയുന്നത്. വി ഫ്യൂവൽ ദ ഇന്നോവേഷൻസ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. നമുക്ക് പുതിയ ഹ്യൂമൻ പ്രോഗ്രസ് കിട്ടണമെങ്കിൽ അതിന് ഇന്ധനമാണ് പ്രൈമറി റിസർച്ച്. വൈൽ പ്രൈമറി റിസർച്ച് എലോൺ നോട്ട് ഇനഫ്. പക്ഷേ പ്രൈമറി റിസർച്ച് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ഫസ്റ്റ് നോളജ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഫീൽഡ് ഓഫ് നോളജ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രൈമറി നോളജ് വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് നോക്കൂ, ടൈപ്പ് ഓഫ് പ്രൈമറി റിസർച്ച്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ. ദർ ആർ സർവേ മെത്തേഡ് ഓഫ് പ്രൈമറി റിസർച്ച്. പ്രൈമറി റിസർച്ചിൻ്റെ മെത്തേഡ് എപ്പോഴും സർവേ മെത്തേഡിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ടൈപ്പ് ഓഫ് പ്രൈമറി റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം നമ്മൾ സർവേ ചെയ്യും. റിസർച്ചർ ആസ്ക് ടു പീപ്പിൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ലാർജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരടുത്ത് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രൈമറി റിസർച്ച് കളക്ട് ചെയ്യാനാണ്. അപ്പോൾ എക്സാമ്പിൾ, സോഷ്യോളജിസ്റ്റ് സർവേ ചെയ്യുന്നു. ക്യാൻ സ്റ്റഡി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സോഷ്യൽ ഇഷ്യൂസ് അക്രോസ് ദ ഡിഫറെൻറ്റ് ഡെമോഗ്രാഫിക്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് സോഷ്യൽ ഇഷ്യൂസിന്. അപ്പോൾ അതിന് സർവേ നടത്തും. പ്രൈമറി അവരുടെ അടുത്ത് പോവുകയാണ്, എന്നിട്ട് അവർ ഇൻ്റർവ്യൂ നടത്തും, ഡയറക്റ്റ് കോൺവെർസേഷൻസ് നടത്തും. സ്മോൾ ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ കോൺവെർസേഷൻസ് നടക്കും. ഹിസ്റ്ററി റിസർച്ചേഴ്സ് മൈറ്റ് ഇൻ്റർവ്യൂ ഓഫ് ദ വെറ്റേറിയൻ ഡോക്യുമെന്റ് ദിയർ എക്സ്പീരിയൻസസ്. അതായത് ഹിസ്റ്ററി റിസർച്ചേഴ്സ് അവരെപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരെയാണ്? അതായത് ഏറ്റവും നല്ല ഡോക്യുമെന്റ്സ്, അതായത് ഏറ്റവും പ്രഗത്ഭമായ ഡോക്യുമെന്റുകളും അതിൻ്റെ എക്സ്പീരിയൻസസുകളെ കുറിച്ചുമാണ് ഹിസ്റ്ററിക്കാർ പറയുന്നത്. അതിന് ഒബ്സർവേഷൻ ചെയ്യും. ഒബ്സർവേഷൻ ചെയ്യുന്ന റിസർച്ചേഴ്സ് വാച്ച് പീപ്പിൾ ഓർ ഇവന്റ് ടു ഗ്യാദർ ഡാറ്റ. ജനങ്ങളെയും അതുപോലെ ഇവന്റുകളുടെ ഡാറ്റ കളക്ട് ചെയ്യും. ലിറ്ററേച്ചർ കുഡ് ബി യൂസ് അനലൈസ് ദ ക്യാരക്ടർ ബിഹേവിയർ ഓഫ് നോവൽ പ്ലേ. ലിറ്ററേച്ചറും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഡാറ്റ അനലൈസ് ചെയ്യും. നമ്മൾ ഓർഗനൈസ് കളക്ട് ചെയ്ത ഡാറ്റ ഒരു പ്രത്യേക ട്രെൻഡ്സിൽ പാറ്റേണിൽ നമ്മൾ അനലൈസ് ചെയ്യും. ഇൻ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അനലൈസ് മാർക്കറ്റ് ട്രെൻഡ് ഓഫ് കസ്റ്റമർ ബിഹേവിയർ. ഇപ്പോൾ ഡാറ്റ ഒരു കൊമേഴ്സിൻ്റെ ഡാറ്റ ആണെങ്കിൽ നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നത്? ഇതിനെന്ത് യൂസ്ഡ് ടു അനലൈസ് ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ ബിഹേവിയർ ആണ്. ഫോക്കസസ് ഗ്രൂപ്പ് അടുത്തത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഇൻവോൾവിംഗ് ദ ഗൈഡ് ഓഫ് ഡിസ്കഷൻ. അതായത് ഫോക്കസസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കഷൻ എടുക്കേണ്ടത്, നമുക്ക് എവിടെ നിന്നാണോ ഡാറ്റ എടുക്കേണ്ടത് അവിടെ നമ്മൾ ആ സ്മോൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻ ഫിലോസഫി ആണെങ്കിൽ നമ്മൾ ഫോക്കസസ് ദ എത്തിക്കൽ ഡൈലമാസ് ആൻഡ് മോറൽ ബിലീഫ്. ഫിലോസഫിക്കൽ ഡിസ്കഷൻ ആണ് വേണ്ടെങ്കിൽ നമ്മൾ എത്തിക്കൽ ഡൈലമാസോ മോറൽ ബിലീഫിനെ കുറിച്ചോ ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത്? എന്താണ് പ്രൈമറി റിസർച്ചിന്റെ ടൈപ്പ്? ആദ്യം സർവേ നടത്തുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, ഒബ്സർവേഷൻ നടത്തുന്നു, ഡാറ്റ അനലൈസ് നടത്തുന്നു, ഫോക്കസസ് ഗ്രൂപ്പ് നടത്തുന്നു. ഇനി സെക്കൻഡറി റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? The life of a researcher is like a relay race with each generation passing bottom of knowledge to the next. ഒരു റിസർച്ചറുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു റേസ് പോലെയാണ്. അതായത് ഒരു ഓട്ടം പോലെയാണ്. അത് ഒരു ജനറേഷനിൽ നിന്ന് പാസ് ചെയ്ത് അടുത്ത ജനറേഷനിലേക്ക് നോളജ് കൊണ്ടുപോകുകയാണ് ഒരു റിസർച്ചറുടെ ജോലി. സെക്കൻഡറി റിസർച്ച് ലെൻസ് എ ബിൽഡ് അപ്പോൺ ദ വർക്ക് ഓഫ് ബിഫോർ അസ് അഡ്വൈസിങ് ലേണിംഗ് ഫർദർ. അതായത് ഈ സെക്കൻഡറി നോളജ് എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മൾ ഫർദർ ആയിട്ട് നമുക്ക് പഠിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന ആ ഒരു സംഭവത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് സെക്കൻഡറി റിസർച്ച് ചെയ്യുന്നത്. റെഡ്വുഡ് ട്രീസ് ഗെയിൻ സ്ട്രെങ്ത് ബൈ ഇന്റർലോക്കിംഗ് റൂട്ട്സ്. ജസ്റ്റ് ആസ് എങ്ങനെയാണ് ചെയ്യുന്നത്? റെഡ്വുഡ് മരങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇന്റർലോക്ക് റൂട്ടിനെ എങ്ങനെ ഇന്റർലോക്കിംഗ് ആയിട്ടുള്ള റൂട്ടുകളെ എങ്ങനെ ക്ലിയർ ചെയ്യുന്നു? റെഡ്വുഡിലെ റെഡ്വുഡ് ട്രീയുടെ വേരുകളെ ഇന്റർലോക്ക് ചെയ്ത് എങ്ങനെ അത് സ്ട്രോങ് ആക്കുന്നു എന്നതുപോലെ. അണ്ടർസ്റ്റാൻഡിങ് ഡീപ്പൻസ് വെൻ അതേഴ്സ് ഡിസ്കവറി. മറ്റുള്ള ആൾക്കാരുടെ ഡിസ്കവറീസ് എന്ത് ചെയ്യുന്നു? ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നു. ബൈ സ്റ്റാൻഡിങ് ദ ഷോൾഡേഴ്സ് ഓൺ ഗെറ്റ് വി ക്യാൻ യൂസ് ഫർദർ. നമ്മുടെ ഷോൾഡറിലേക്ക് അത് വരുന്നുവെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ നിന്നുകൊണ്ട് ഫർദർ ആയിട്ടുള്ള സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെക്കൻഡറി ആയിട്ടുള്ള നോളജുകൾ നോക്കുന്നു. സെക്കൻഡറി റിസർച്ചേഴ്സ് ലൈക്ക് വേവർ ബ്ലൈൻഡിങ് പാസ്റ്റ് വിസ്ഡം ടു ഗ്രാൻഡ്. അതായത് എന്തോടെ പാസ്റ്റ് റിസർച്ചേഴ്സ് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. പണ്ട് ബൈ കണക്ടിങ് ഇൻ ഓൾഡ് ഐഡിയാസ് ദേ റിവീൽ ന്യൂ ഇൻസൈറ്റ് ഓഫ് റിഫൈൻ ന്യൂ നോളജ്. അതായത് നമ്മൾ പഴയ ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് പുതിയ നോളജ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നു.
ദ പ്രീവിയസ് വർക്ക്, അവോയ്ഡിങ് റെപ്പിറ്റേഷൻ ആൻഡ് ഗൈഡിങ് ഫർദർ എക്സ്പ്ലോറേഷൻ. നമ്മൾ ഇതുമായിട്ട് സെക്കൻഡറി ഡാറ്റ എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടെ എന്താണ്, നമ്മൾ റിസർച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഇങ്ങനെയുള്ള ഡാറ്റാസ് അവൈലബിൾ ആണ് എന്നും നമുക്ക് റെപ്പിറ്റേഷൻ ഇല്ലാതിരിക്കുവാനും ഇങ്ങനെയുള്ള ഡാറ്റകൾ നമുക്ക് ഉപയോഗിക്കും. ജനറേഷൻ പാസ് ചെയ്ത് ഒരു ടോർച്ച് പോലെയാണ് ഈ സെക്കൻഡറി ഡാറ്റാസ് പോകുന്നത്. നീ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇന്ന മെറ്റീരിയൽസ് ഉണ്ട്, റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ യു ഹാവ് എൻ സെക്കൻഡറി റിസർച്ച് ഇത്രയും നടന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ റൂട്ട് കണ്ടെത്തുവാൻ അതിനൊക്കെയാണ് സെക്കൻഡറി റിസർച്ച് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി റിസർച്ചസിനകത്ത് നമ്മൾ സോഴ്സസ് ഓഫ് സെക്കൻഡറി റിസർച്ച്, നമ്മൾ എവിടെ നിന്നൊക്കെയാണ് സെക്കൻഡറി റിസർച്ച് നമ്മൾ ഒരു റിസർച്ചറെ കണ്ടെത്തേണ്ടത്. പ്രൈമറി റിസർച്ച് ഒറിജിനൽ റിസർച്ചാണ്, ഒറിജിനൽ ഡാറ്റയാണ് നമ്മൾ പറഞ്ഞല്ലോ. സെക്കൻഡറി റിസർച്ച് നമ്മൾ എപ്പോഴും കണ്ടെത്തുന്ന അക്കാഡമിക് പ്രീ റിവ്യൂഡ് ജേണൽസിൽ നിന്നാണ്. പ്രധാനപ്പെട്ട ജേണൽസിൽ നിന്ന്, പബ്ലിഷ്ഡ് ബുക്കിൽ നിന്ന്, ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, അതുപോലെ കൊമേഴ്ഷ്യൽ ഇൻഫർമേഷൻ സോഴ്സസിൽ നിന്ന്, അതായത് TV, ന്യൂസ് പേപ്പർ, മാഗസീൻസ്, എന്താ അക്കാഡമിക് പീർ റിവ്യൂഡ് ജേണൽ എന്ന് പറയുന്ന ജേണൽ പബ്ലിഷ് ചെയ്യുന്ന ഒറിജിനൽ റിസർച്ച് ഇതാണ്. ഒരു ലിറ്ററേച്ചറിൽ എന്ത് തന്നെ ആയാലും സ്പെസിഫിക് റിവ്യൂയിലൂടെയാണ് ഒരു ജേണൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് സെക്കൻഡറി നോളജാണ്. അപ്പോൾ ഒരു ബുക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൈമറി റിസോഴ്സസ് മെറ്റീരിയൽസ്, അതായത് ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഫോർ റെഫറൻസ് പ്രൈമറി സോഴ്സസ് മെറ്റീരിയൽസ് അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നതും അതെന്താണ്, പബ്ലിഷ്ഡ് ബുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളിൽ നിന്നുള്ള ഡാറ്റാ ബേസിൽ നമ്മൾ നോളജ് എടുക്കുമ്പോൾ അത് സെക്കൻഡറി ആണ്. അതുപോലെ നമ്മൾ കോളേജ്, യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന നോളജുകൾ, അതുപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ ഇൻഫർമേഷൻസിൽ നിന്ന്, അതായത് കൊമേഴ്ഷ്യൽ ഇൻഫർമേഷൻ സോഴ്സസ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, മാഗസീൻസ്, TV ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കിയത് എന്താണ്, സെക്കൻഡറി സോഴ്സസ് ഓഫ് റിസർച്ച്. സെക്കൻഡറി സോഴ്സസ് ഓഫ് റിസർച്ചിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പല സോഴ്സസ്, ഏത് സോഴ്സസിൽ നിന്നൊക്കെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് ഓഫ് റിസർച്ച് എടുക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക് പീർ റിവ്യൂഡ് ജേണൽ, പബ്ലിഷ്ഡ് ബുക്ക്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ ഇൻഫർമേഷൻസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി റിസർച്ചിൻ്റെയും സെക്കൻഡറി റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് ആ ഒരു ഫിഗറിലൂടെ, പേജ് 34 ഫിഗറിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കി തരും. വി ക്യാൻ കണ്ടക്ടിങ് സെക്കൻഡറി റിസർച്ച് ഷുഡ്, നമ്മൾ സെക്കൻഡറി റിസർച്ച് നടത്തുമ്പോൾ ഒരു റിസർച്ചർ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. കാരണം രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നോളജ് അല്ലേ, ക്രെഡിബിലിറ്റി ഓഫ് ഇവാലുവേഷൻ. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്ക്, ഡാറ്റകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം, സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അല്ലാതെ അതുപോലെ റിലവൻസ് ഓഫ് ടൈം ലൈൻസ്. നമ്മൾ റിസർച്ചേഴ്സ് എടുക്കുമ്പം സെക്കൻഡറി ഡാറ്റ എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് റിലവൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ എടുക്കുന്ന റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ടൈം റിലവൻസ് ഉണ്ടായിരിക്കണം. അത് നമുക്ക് റിസർച്ചിന് ആവശ്യമില്ലാത്തതിന് മുമ്പേ ഉള്ള ഡാറ്റാസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഇന്റർനെറ്റ് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു സെക്കൻഡറി നോളജ് എക്സസൈസ് ചെയ്യുമ്പോൾ വൈഡ് വെറൈറ്റി റേഞ്ചസ് ഓഫ് ഓൺലൈൻ സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് നമ്മൾ ഡാറ്റാബേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും, നമ്മൾ സെക്കൻഡറി റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് രണ്ടാമത്തെ വർക്കല്ലേ, സെക്കൻഡറി അല്ലേ. അപ്പം പ്രൈമറി റിസർച്ച്, here is an illustrations, distinction between secondary and primary research എന്താണ് എന്നുള്ള അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി റിസർച്ച് എന്താണ്. പ്രൈമറി റിസർച്ച് ഇൻവോൾവ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി കളക്ടിങ് ന്യൂ ഡാറ്റ ഫ്രം ദ സ്പെസിഫിക് ഗ്രൂപ്പ്. അതാണ് അവിടുത്തെ ആപ്റ്റ് ആയിട്ടുള്ള വാക്ക്. ഇത്രയും നേരം പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. പ്രൈമറി റിസർച്ച് ഇൻവോൾവ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി കളക്ടിങ് ന്യൂ ഡാറ്റ ഫ്രം സ്പെസിഫിക് ഗ്രൂപ്പ്. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയെടുക്കുന്നത് പോലെ. ഇത് റിസർച്ചർ സർവേയിങ്, ഇൻ്റർവ്യൂയിങ് എൽഡർലി പീപ്പിൾ ഇൻ റിമോട്ട് വില്ലേജ് ഇൻ ഇന്ത്യ, ഐഡൻറ്റിഫൈയിങ് ദെയർ പ്രസിംഗ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ നീഡ്സ്. അതായത് റിസർച്ചേഴ്സ് വില്ലേജുകളിൽ പോയിട്ട് വയസ്സായ ആൾക്കാരുടെ അടുത്ത് കണ്ടിട്ട് അവരുടെ ഹെൽത്തിൻ്റെയും സോഷ്യൽ നീഡ്സിൻ്റെയും കാര്യങ്ങൾ ചോദിക്കുന്നു. ദിസ് ഈസ് എ പ്രൈമറി റിസർച്ച് ആണ്. ദിസ് അപ്രോച്ചസ് ഗീവ് എ ഫ്രഷ് ആൻഡ് സ്പെസിഫിക് ഇൻസൈറ്റ് ഇൻ ദ കളക്ടിങ് ദിസ് പ്രോബ്ലം. ഫ്രഷ് പുതിയൊരു ഐഡിയാസ് നമുക്ക് കിട്ടുവാണ്, ഒറിജിനേറ്റ് ചെയ്ത് കിട്ടുവാണ്. അടുത്ത പുതിയ ഐഡിയാസിനെ കാട്ടി പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ ഡാറ്റാസ് നമുക്ക് കിട്ടുവാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവോൾവിങ് അനലൈസിങ് എക്സിസ്റ്റിംഗ് ഡാറ്റ. അതായത് നമുക്ക് ഇപ്പം നിലവിലുള്ള ഡാറ്റകളെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്തെടുക്കുന്നു. നിലവിൽ ഒരു ഡാറ്റകളെ അനലൈസ് ചെയ്തെടുക്കുന്നു. ഹിയർ റിസർച്ചർ ലുക്ക് ഗവൺമെൻറ് സെൻസസ് ഡാറ്റ. അപ്പം ഈ ഒരു ഇഷ്യൂവിൻ്റെ സെക്കൻഡറി ഡാറ്റ എന്താണ്, ഈ കാര്യങ്ങൾ നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഗവൺമെൻറ്റിന് സെൻസസ് നോക്കും, അതുപോലെ ഗവൺമെൻറ് ഹെൽത്ത് ഓർഗനൈസേഷൻസിൻ്റെ റിപ്പോർട്ട് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ റൂറൽ ഹെൽത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ എടുക്കും. അതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്.
ഇത് പ്രൈമറി റിസർച്ചിന്റെ ഫൈൻഡിങ്ങിന് എപ്പോഴും ഒരു നല്ല കോണ്ടസ്റ്റ് ആയിട്ട് വരും. കമ്പൈൻ ബോത്ത് അപ്രോച്ചസ്, റിസർച്ചേഴ്സ് ക്യാൻ ഗെയിൻ മോർ കോംപ്രിഹെൻസീവ് ടു അണ്ടർസ്റ്റാൻഡ് എൽഡർലി റൂൾ ഇൻ പ്രൈമറി റിസർച്ചും സെക്കൻഡറി റിസർച്ചും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വയസ്സായ ആൾക്കാരെ കുറിച്ച്, മുതിർന്ന ആൾക്കാരെ, റൂറൽ ഇന്ത്യയിലെ മുതിർന്ന ആൾക്കാരെ കുറിച്ച് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാവാൻ പറ്റുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച്, റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതുകൊണ്ട് ഇത്രയും കൂടി കാണുള്ളൂ. റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച്? റിസർച്ചിന്റെ സിഗ്നിഫിക്കൻസ് പേജ് 35 കൊടുത്തിരിക്കുന്നത്. വി നോ ദാറ്റ് റിസർച്ച് ഈസ് എ എസെൻഷ്യൽ ഫോർ എക്സ്പാൻഡിങ് നോളജ് ആണ്. അത് യാതൊരു നമുക്ക് തർക്കമില്ല. നോളജ് എക്സ്പാൻഡ് ചെയ്യാനാണ് റിസർച്ച്, സോൾവിങ് പ്രോബ്ലങ്ങൾ ചെയ്യാനാണ് റിസർച്ച്, ഡ്രൈവിംഗ് ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനസ്സിലാക്കാനാണ് റിസർച്ച്. അതുപോലെ നമുക്ക് ഒരു ഫീൽഡിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ ഡിസിഷൻസിനെ ഗൈഡ് ചെയ്യാനാണ് നമുക്ക് റിസർച്ച് വരുന്നത്. പുതിയ പുതിയ ഇൻസൈറ്റുകൾ, പുതിയ പുതിയ ചലഞ്ചസ്, പുതിയ പുതിയ ടെക്നോളജീസ്, അഡ്വാൻസ്മെന്റ്, പുതിയ പോളിസീസ് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യത്തിനും സൊസൈറ്റി മൊത്തം പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ കോർണർ സ്റ്റോൺ റിസർച്ചാണ്, സയന്റിഫിക് റിസർച്ചാണ്. അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് ആണ് സയന്റിഫിക് റിസർച്ച് ചെയ്യുന്നത്. അതായത് മേജർ ബ്രേക്ക് ത്രൂ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ പ്രാക്ടിക്കൽ അക്യൂർ ഓഫ് കൺഫേമിങ് കീ പാർട്ട് ഓഫ് ദ ഫിസിക്സിന്റെ ഒരു നോളജ് അഡ്വൈസ് ചെയ്ത് പോകണമെങ്കിൽ. അതുപോലെ യു ആർ എ സ്റ്റുഡൻറ്റ്, യു ടു പ്രൊഫഷണൽ റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പുതിയ പുതിയ പ്രൊഫഷണൽ റിസർച്ച് കൊണ്ട് നമുക്ക് പുതിയ പുതിയ നോളജ്, പുതിയ പുതിയ തിങ്സ്, പുതിയ പുതിയ സ്കിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ സയന്റിഫിക് റിസർച്ച് ബേസ് ചെയ്യുന്ന? ഫസ്റ്റ് അഡ്വാൻസിങ് നോളജ് ആണ്. അതുപോലെ എവിഡൻസ് ബേസ്ഡ് പ്രോബ്ലം ആണ്. എവിഡൻസ് ബേസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൾവിങ് ബിഗ് ചലഞ്ചസിന് സോൾവ് ചെയ്യുന്ന ഒരു നിർണായകമായ ഒരു ഘടകമാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ഫോർ എക്സാമ്പിൾ, സ്റ്റഡിങ് വൈ സം കിഡ്സ് ആർ സ്ട്രഗ്ലിംഗ് സ്കൂൾ ക്യാൻ ലീഡ് ടു പോളിസീസ് എവറി ചൈൽഡ് സക്സീഡ്. അതായത് എന്തുകൊണ്ടാണ് സ്കൂളിൽ പുതിയ പുതിയ പോളിസീസ് കൊണ്ടുവരുമ്പോൾ കുറച്ച് കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇൻ മെഡിസിൻ റിസർച്ച് അൺകവർ ദ റീസൺ ബിഹൈൻഡ് ഇൽനെസ്. അപ്പോൾ സ്റ്റഡിങ് വൈ സം കിഡ്സ് ആർ സ്ട്രഗ്ലിംഗ് സ്കൂൾ ക്യാൻ ലീഡ് ടു പോളിസീസ് ഹെൽപ്പ് ടു എവറി ചൈൽഡ് സക്സീഡഡ്. അതുപോലെ തന്നെ മെഡിസിൻ്റെ കാര്യം, റിസർച്ച് പുതിയ പുതിയ മെഡിസിൻസ് കൊണ്ടുവരുന്നത്, ഇൽനെസ്സിന് പുതിയ പുതിയ രോഗങ്ങൾക്ക്, പുതിയ പുതിയ കാരണങ്ങൾക്ക് പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്, അതൊന്നും റിസർച്ച് ഇല്ലാതെ നടക്കത്തില്ല. ഇരുട്ടിൽ നമുക്ക് തപ്പാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എവിഡൻസ് ബേസ്ഡ് റിസർച്ച്, എവിഡൻസ് ബേസ്ഡ് പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുകയാണ് ഈ റിസർച്ച് ചെയ്തിരുന്നത്. അതായത് എവിഡൻസ് ബേസ്ഡ് പ്രോബ്ലത്തിന്, അതായത് അതിന് നമ്മൾ സൊസൈറ്റിയിലുള്ള, ഹെൽത്തിലുള്ള, ടെക്നോളജിയിലുള്ള പ്രോബ്ലങ്ങളെ അഡ്രസ്സ് ചെയ്യും. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തുന്നു. ഇന്ത്യ കളക്ട് ഡീറ്റെയിൽഡ് ഡാറ്റ ഓൺ ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് പോപ്പുലേഷൻ. റിസർച്ചേഴ്സ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി റിസർച്ചേഴ്സ് അനലൈസ് ചെയ്യുന്നു, ഡാറ്റ അനലൈസ് ചെയ്യുന്നു, എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കൂ, സ്റ്റേയിങ് അപ്പ് ടു ദ ഡാറ്റ ഓഫ് ലേറ്റസ്റ്റ് റിസർച്ച്. നമ്മളെ ലേറ്റസ്റ്റ് റിസർച്ചിനെ സ്റ്റേയിങ് അപ്പ് ചെയ്യണം. കീപ്പിംഗ് അപ്പ് വിത്ത് റിസർച്ച്, അഡാപ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഓൺ യുവർ പ്രോഡക്റ്റ്. അതായത് നമ്മൾ സ്റ്റേയിങ് അപ്പ് ദ ഡാറ്റ ഓഫ് ലേറ്റസ്റ്റ് റിസർച്ച്, നമ്മൾ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളർ ആണെങ്കിൽ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ചർ ആണെങ്കിൽ ആ മേഖലയുമായിട്ട് ലേറ്റസ്റ്റ് നോളജ് എന്താണ്, ലേറ്റസ്റ്റ് റിസർച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. ലേറ്റസ്റ്റ് റിസർച്ചിൻ്റെ എന്ത് മാറ്റം വന്നാലും എന്ത് ചേഞ്ച് വന്നാലും അറിയത്തക്ക രീതിയിൽ. when your phone is new it work well but our time update bug in progress. അതായത് ലൈക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ഫോണിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഒരു നമ്മുടെ ഫോണിന് പുതിയ ഫോണാകുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അതിന് ടൈം ഫിക്സ് ചെയ്യുന്നു, അതുപോലെ അതിന് ഫീച്ചറിൽ നമുക്ക് പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരും. അതുപോലെ അതായത് ഒരു ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് റിസർച്ചർ നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോൺ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. റിസർച്ചേഴ്സ് അതുപോലെ ന്യൂ ഡിസ്കവറീസ് വരുന്ന സമയത്ത് ഓൾഡ് റിസർച്ചേഴ്സ് മീൻസ് ലിമിറ്റേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ പഴയ കണ്ടുപിടുത്തങ്ങൾക്ക് ലിമിറ്റേഷൻസ് വരും. നമുക്ക് അതിൽ നിന്നിട്ട് കാര്യമില്ലാതാവും. പൂവർ ഡിസിഷൻസ് നമുക്ക് കൊണ്ടുപോകും. കണ്ടിന്യൂസ്ലി നമ്മൾ റിസർച്ച്, വി മസ്റ്റ് ടു അപ്ഡേറ്റ് കണ്ടിന്യൂസ്ലി അവർ റിസർച്ച്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഡിസിഷൻസ് ഉണ്ടാക്കാൻ വരുള്ളൂ. ലൈക്ക് അവർ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ. അപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ചിൽ ആദ്യം അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് നമ്മൾ ചെയ്യണം. അതുപോലെ എവിഡൻസ് ബേസ്ഡ് പ്രോബ്ലം ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ സ്റ്റൈയിങ് അപ്പ് ദ ഡേറ്റ് ഓൺ ദ ലേറ്റസ്റ്റ് റിസർച്ച്. മൂന്നാമത്തത് പബ്ലിഷിംഗ് റിസർച്ച്. പബ്ലിഷിംഗ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള, എസ്റ്റാബ്ലിഷേഴ്സ് ആയിട്ടുള്ള ഒരു ലീഡർ ഓഫ് ദ ഫീൽഡിൽ നമ്മൾ പബ്ലിഷ് ചെയ്യണം.
You are a scientist studying new treatment or a historian writing about medieval practice, sharing your finding of others who know your stuff. നമ്മളെ റിസർച്ച് പബ്ലിഷ് ചെയ്യുന്ന എന്തിനാണ്? നമ്മളെ മേയിലുള്ള നമ്മുടെ സ്റ്റഡീസിലുള്ള നമ്മുടെ ഇതിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ഐഡിയാസും നമുക്ക് അവർക്ക് നമുക്ക് ഈ സ്റ്റഫ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ കണ്ടുപിടിച്ചു എന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുവാണ്. ദിസ് ക്യാൻ ബൂസ്റ്റ് യുവർ റെപ്യൂട്ടേഷൻ. നമ്മുടെ റെപ്യൂട്ടേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഈ കരിയറിൽ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പായി വരും. നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പബ്ലിഷിംഗ് ഫീൽഡ് അറിയും. ആൻഡ് ഓൾസോ മേക്ക് പീപ്പിൾ ടു മേക്ക് സീരിയസ്ലി ലീഡ് ടു ബിഗർ റോൾ. നമുക്ക് ഒരു ബിഗർ റോൾ നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് പബ്ലിക്കേഷൻസ് നമ്മളെ സഹായിക്കും. അതിന് ഇന്നോവേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, റിസർച്ച് കൊണ്ടാണ് ഇന്നോവേഷൻസ് നടക്കുന്നത്, ഇൻ ട്രാൻസ്ഫോമിങ് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്, കൊമേഴ്സ് നടക്കുന്നത്, എല്ലാം റിസർച്ചിൻ്റെ ഇന്നോവേഷൻസ് കൊണ്ടാണ്. അത് റിസർച്ച് കൊണ്ടാണ് എല്ലാം. അതുപോലെ പ്രോബ്ലം സോൾവിങ് ഒരു വലിയൊരു ഘടകമാണ് റിസർച്ചിൽ. നമ്മുടെ റിസർച്ചിൻ്റെ കെയർഫുള്ളി മെത്തേഡ് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ അനലൈസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസിന് സൊല്യൂഷൻസ് കിട്ടുന്നത്. കോംപ്ലക്സ് ആയിട്ട് ഇഷ്യൂസ് സൊല്യൂഷൻ കിട്ടുമ്പോൾ തന്നെ അത് പോളിസീസ് ആവും, പ്രാക്ടീസസ് ആവും, പുതിയ ഇന്നോവേഷൻസ് ആവും. റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിസർച്ച് നടത്തുന്നത്. അതുപോലെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്ലോബൽ ബർഡൻ ഡിസീസ് സ്റ്റഡി കണ്ടിന്യൂസ്ലി ട്രാക്ക് ആൻഡ് ഇമ്പാക്ട് ഡിസീസ് ഇൻ ഗ്ലോബൽ ഹെൽത്ത്. നമ്മൾ ഉദാഹരണത്തിന് നോക്കും, നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ലോകം മുഴുവനും ബർഡൻ ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ്ലി സ്റ്റഡി ചെയ്ത് അതിൻ്റെ ബർഡൻ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. കൊറോണ എക്സാമ്പിളാണ്, ലോകം മുഴുവനും വ്യാപിച്ചൊരു കാര്യമാണ്. കണ്ടിന്യൂസ്ലി സ്റ്റഡി ചെയ്ത് ഹെൽത്ത് കെയർ പ്രാക്ടീസേഴ്സ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് പുതിയ പുതിയ റിസോഴ്സസ് കൊണ്ടുവന്നു, പുതിയ പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നു. ഡിസീസ് വരുമ്പോൾ ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് വരെ കൊണ്ടുവന്നിട്ട് ലോകം മുഴുവനും ആ ഇഷ്യൂസിനെ കവർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഗ്രോത്ത് റിസർച്ച് കൊണ്ടുണ്ടാകുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സോക്രാറ്റിക് മെത്തേഡ് തന്നെ എടുക്കാം. സോക്രട്ടീസിൻ്റെ മെത്തേഡ് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് മെത്തേഡാണ്. അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ക്വസ്റ്റ്യനിങ് ആൻഡ് ആൻസറിങ് മെത്തേഡാണ്. അദ്ദേഹം ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കും, അത് അവരിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്തും. അപ്പോൾ അവരിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ സ്റ്റഡിയിലൂടെ എൻകറേജ് ചെയ്തെടുക്കുന്നു. അതാണ് എഡ്യൂക്കേഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷണൽ എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മുടെ മോഡേൺ ടീച്ചിങ്ങിൽ ഗ്രൗണ്ട് വർക്കായിട്ട് നടത്തുന്നത് ഈ ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയാണ്. റിസർച്ച് ഒരു വൈറ്റൽ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് അക്കാഡമിക് പ്രോഗ്രസ് ഉണ്ടാവാൻ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവാൻ, നമ്മുടെ കരിക്കുലത്തിന് റിലവൻ്റ് ഉണ്ടാവാനൊക്കെ നമ്മുടെ റിസർച്ച് എഡ്യൂക്കേഷണൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചസ് ഉണ്ട്. അതുപോലെ മെഡിക്കൽ പ്രോഗ്രസ് എടുത്തു കഴിഞ്ഞാൽ, മെഡിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ബൈ റിസർച്ചിലൂടെ റെവല്യൂഷണറി ഹെൽത്ത് കെയർ ആയിട്ടുള്ള റെവല്യൂഷൻ മാറ്റങ്ങൾ റിസർച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് 1960 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഫെസിബിലിറ്റി, അതിൻ്റെ ലീഡിങ് അഡ്വർടൈസ്മെൻറ്റും സർജറിയും ഓർഗൻ പ്രിസർവേഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിസർച്ചിലൂടെ ഇദ്ദേഹം ആ റിസർച്ചിൽ ഇടപെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ റിസർച്ചിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ക്വാളിറ്റി വരുത്തുവാനും ജീവിതം തിരിച്ചു കിട്ടാനും സഹായിച്ചത്. മെഡിക്കൽ പ്രോഗ്രസസ് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ന്യൂ ട്രീറ്റ്മെൻറ്റ്സുകൾ, ന്യൂ ഡിസീസസിനെയൊക്കെ ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ പുതിയ ന്യൂ വാക്സിൻസ് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. ഇനി അടുത്ത കൾച്ചറൽ പ്രിസർവേഷൻസ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? കൾച്ചറൽ പ്രിസർവേഷൻസ് നമ്മുടെ കൾച്ചറിനെ, അതായത് നമ്മുടെ കൾച്ചറിനെ നിർണായകമായ കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ റിസർച്ചാണ്. ഉദാഹരണത്തിന് അജന്ത കേവ്സ് ഇൻ ഇന്ത്യ, ഏൻഷ്യൻ്റ് പെയിൻറ്റിങ് സ്കൾപ്ചേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ അതിനെന്ത് ചെയ്യുന്നു, ഫ്രം ടൈം ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയിട്ടാണ് അതിനവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. റിസർച്ച് കൺസർവേഷൻ എഫേർട്ട് നമ്മൾ നടക്കും. അതുമായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സയൻറ്റിഫിക് ടെക്നിക്സ് റീസ്റ്റോർ ചെയ്തെടുക്കും. അതുപോലെ അതിൻ്റെ ആർട്ട് വർക്ക് എന്തെങ്കിലും പ്രിസർവ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ എടുക്കും. റിസർച്ച് നമ്മളെ വാനിഷിംഗ് ആയിട്ടുള്ള നോളജുകളെ പുതിയ രീതിയിൽ കൊണ്ടുവരുന്നത് റിസർച്ചാണ്. ഇനി ഗ്ലോബൽ കൊളാബറേഷൻ റിസർച്ചുമായിട്ടുണ്ട്. നമ്മളെ സയൻറ്റിസ്റ്റുകളെ വേൾഡുമായിട്ട് കമ്പൈൻ ചെയ്ത് നോളജ് പ്രൊവൈഡ് ചെയ്യാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് പുതിയ വേൾഡ് ഗ്ലോബൽ കൊളാബറേഷൻസ് ഉണ്ടാകുന്നത്. ക്ലൈമറ്റ് ചേഞ്ചസും ക്ലൈമറ്റ് ഡിസീസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് റിസർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നോക്കൂ, പേഴ്സണൽ ഗ്രോത്തിൻ്റെ എക്സാമ്പിൾ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ജേണി ഇവിടെ നിന്ന് തുടങ്ങി, സ്മോൾ വില്ലേജിൽ നിന്ന് തുടങ്ങി, അദ്ദേഹം റിനൗണ്ട് സയൻറ്റിസ്റ്റായി, ഇന്ത്യൻ പ്രസിഡൻ്റായി. അങ്ങനെ ഒരു റിസർച്ചറിൻ്റെ, ഒരു ഗവേഷകൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ എക്സാമ്പിളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. കലാം ഓഫേർഡ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയി തീർന്നു. അതേ ഒരു ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചിട്ട് റിസർച്ചിൻ്റെ ആ ഒരു രീതിയിൽ കടന്നു വന്നതുകൊണ്ടാണ്, റിസർച്ച് ഡ്രിവൺ എഫേർട്ട് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം എക്സലൻ്റ് ആയിട്ടുള്ള എയർ സ്പേസ് എഞ്ചിനീയറിംഗ് ആയത്.
അതുപോലെ മിസൈൽ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ഡെവലപ്പ് ആയത്. സയൻറ്റിഫിക് റിസർച്ച് നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് APJ അബ്ദുൽ കലാം. ഡോക്ടർ കലാമിൻ്റെ ജേണി സെർവ് ചെയ്യുന്നത് പുതിയ പുതിയ ട്രാൻസ്ഫോർമേഷൻ റിസർച്ചിന് കൊണ്ടുവന്നു. പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിക്കും അനലിറ്റിക് സ്കില്ലിനും ഒക്കെ ഈ റിസർച്ച് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സോഷ്യൽ പ്രോഗ്രസസ് റിസർച്ച് കൊണ്ടുണ്ടാവും. നോബൽ യൂറേറ്റർ അമർത്യ സെന്നിൻ്റെ വർക്ക് റിവീൽഡ് ദ ഓഫൺ ഫ്രം സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻക്വാളിറ്റീസ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ സോഷ്യൽ പ്രോഗ്രസസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റിസർച്ചസ് അത് ജസ്റ്റ് ഫുഡ് ഷോർട്ടേജ് മാത്രമല്ല, ഇക്കണോമിക് ഇൻക്വാളിറ്റിയെ കുറിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ സൊസൈറ്റിക്കൽ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാം എന്നുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇതാണ് ഇനി നമ്മൾ തൊട്ടടുത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റെപ്പ് ഫോർ കണ്ടക്ടിങ് എഫക്റ്റീവ് റിസർച്ച്. ഈ സ്റ്റെപ്പുകളാണ് ഇത് പേജ് 42 സ്റ്റെപ്പ് ഫോർ കണ്ടക്ടിങ് എഫക്റ്റീവ് റിസർച്ച്. റിസർച്ച് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്താണ് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്? സ്റ്റാർട്ട് വിത്ത് ബിഗ് പിക്ചർ. ഒരു ബിഗ് പിക്ചറോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു ബ്രോഡ് കോണ്ടസ്റ്റിലാണ് നമ്മൾ ടോപ്പിക് എടുക്കേണ്ടത്. വലിയ രീതിയിൽ ബിഗ് പിക്ചറായിട്ട് എടുക്കണം. ഫൈൻഡ് റിലയബിൾ സോഴ്സ്. നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതെല്ലാം നമ്മൾ എടുക്കണം. ഗ്യാതറിങ് അക്യുറേറ്റിംഗ് ഇൻഫർമേഷൻസ് എടുക്കണം. കണ്ടിന്യൂസ്ലി അബ്സോർഡ് ന്യൂ ഇൻഫർമേഷൻ. പുതിയ പുതിയ ഇൻഫർമേഷൻസ് അബ്സോർഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് നമ്മുടെ കീപ്പ് യുവർ നോളജ് അപ്ഡേറ്റ്. നമ്മുടെ നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്റ്റേ ഓർഗനൈസ്ഡ്. കീപ് ഡീറ്റെയിൽഡ് നോട്ട് ഓഫ് ദ യൂസ് സൈറ്റേഷൻ ടൂൾസ്. നമ്മളുടെ ഡിഫൈൻ ഫോക്കസ്ഡ് റിസർച്ച് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടായിരിക്കണം. റിസർച്ച് ക്വസ്റ്റ്യൻസ് യൂസ് ദ ലിറ്ററേച്ചർ റിവ്യൂ ടു റിഫൈൻ യുവർ ക്വസ്റ്റ്യൻ. നമ്മുടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് റിഫൈൻ ചെയ്യാൻ ലിറ്ററേച്ചർ റിവ്യൂവിനെ കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലിറ്ററേച്ചർ ഉണ്ടോ എന്ന് റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്രോപ്രിയേറ്റ് മെത്തഡോളജീസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്രോപ്രിയേറ്റ് മെത്തഡോളജിക്കൽ എക്സാമ്പിൾസ് സർവേസ്, എക്സ്പെരിമെൻറ്റ്സ്, ഗ്യാതറിംഗ് ഡാറ്റ. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഇതാണ് സ്റ്റെപ്സ് ഫോർ കണ്ടക്ടിങ് എഫക്റ്റീവ് റിസർച്ച്. പേജ് 42 നോക്കിയാൽ അറിയാം. അതുപോലെ റിസർച്ച് സ്കിൽസ് എന്ന് വെച്ചാൽ എന്താണ്? അതിപ്പം റിസർച്ച് സ്കിൽസ് പേജ് 44 പറയുന്നുണ്ട്. വൈൽ ഡിമാൻഡിങ് ഫോക്കസ് ആൻഡ് ഇന്റലിജൻസ് റിസർച്ച്. ഒരു ഫോക്കസസ് റിസർച്ച് അല്ലെങ്കിൽ നല്ല റിസർച്ച് ആവണമെങ്കിൽ റിസർച്ച് അഡ്ഹറിങ് ദ സ്റ്റെപ്പ് ഓഫ് എക്യുപ്പൈങ് ദ റിസർച്ചേഴ്സ് കണ്ടക്റ്റഡ് മീനിങ് ഇൻസൈറ്റ്. ഒരു നല്ലൊരു ഇൻസൈറ്റ്, മീനിങ് ആയിട്ടുള്ള ഇൻസൈറ്റ് ഉള്ള ആൾക്ക് മാത്രമേ നല്ല റിസർച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. വിത്ത് ദ ടൈം ആൻഡ് പ്രാക്ടീസ് ഓഫ് റിസർച്ച്. നമ്മൾ റിസർച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റിസർച്ചേഴ്സ് capabilities will strengthen. നമ്മുടെ റിസർച്ച് ക്യാപ്പബിലിറ്റിയാണ് നമ്മുടെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുപോലെ റിഗറസ് ആയിട്ടുള്ള മെത്തഡോളജീസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് ത്രൂ ഡിസ്കവറീസ്, പുതിയ പുതിയ ഡിസ്കവറീസ് ബ്രേക്ക് ത്രൂ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 45 പേജിൽ വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ. അത് റിസർച്ച് ഡിസൈൻ എന്താണ്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് വൈൽ ഡിമാൻഡിങ് ദ റിസർച്ച് ഡിസൈൻ എന്ന് വെച്ചാൽ റിസർച്ചർ ഡിസൈൻ ലൈക്ക് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദ സ്റ്റഡി. ഒരു സ്റ്റഡിയുടെ ബ്ലൂ പ്രിന്റ് ആണ് എന്ത് ചെയ്യുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് അതിനെന്താണ്? അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? ഒബ്ജക്റ്റീവ്സ്, ഡാറ്റ കളക്ഷൻസ്, മെത്തേഡ്, അനലൈസിങ് പ്ലാൻസ്, റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജീസ്. ഇത് കീപ് ദ പ്രോജക്റ്റ് ഓർഗനൈസ്ഡ് ട്രാക്കാണ്. നമുക്കൊരു ഓർഗനൈസ്ഡ് ട്രാക്കാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. അല്ലെ നമ്മളൊരു വീട് തന്നെ വരച്ചു, അതിൻ്റെ ഡിസൈൻ നോക്കൂ, വ്യത്യസ്തം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യും. അപ്പോൾ ഒരു റിസർച്ചിൻ്റെ ഒരു ഡാറ്റ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റിസർച്ചിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ റിസർച്ച് അപ്രോച്ച് എന്താണ്? നമ്മൾ സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മളൊരു മോട്ടർ വേ ഓഫ് ലൈൻസ് ഓഫ് ജേണി ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ കവർ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? വി അലോ ടു സ്ലോലി ടേക്കിംഗ് ദ സീനറി. നമ്മളെ ഇൻ്റർവ്യൂസിലൂടെയും ഒബ്സർവേഷനിലൂടെയും മിക്സ്ഡ് മെത്തേഡിലൂടെയും നമ്മൾ സ്പീഡായിട്ടും ഡെപ്തായിട്ടും റിസർച്ചിനെ അപ്രോച്ച് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ റിസർച്ച് പ്രോബ്ലം. ഐഡൻറ്റിഫൈ ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് നീഡ് ടു ടേക്കിംഗ് ലൈക്ക് എ ഡയഗ്നോസിസ് ഇൽനെസ് ഓഫ് ബിഫോർ ട്രീറ്റിംഗ് ഇറ്റ്. അതായത് നമ്മൾ ചികിത്സിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം അതെന്താണെന്ന് മനസ്സിലാക്കണം. ഡയഗ്നോസിസ് വരുന്നതിന് മുമ്പേ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ അതിൻ്റെ ഡയഗ്നോസിസ് വരുള്ളൂ. അപ്പോൾ റിസർച്ച് പ്രോബ്ലം നമുക്ക് ഉണ്ടായിരിക്കണം. ഗോ ടു റൂട്ട് ഓഫ് ദ കോസ്. എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതാണ് റിസർച്ച് പ്രോബ്ലം. ഈസ് ദ പേഷ്യൻറ്റ് കഫിങ് ബിക്കോസ് ഓഫ് ദ കോൾഡ് ആൻഡ് അലർജി. ഉദാഹരണത്തിന് ഒരാൾ ചുമയ്ക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ അയാൾക്ക് തണുപ്പ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അയാൾ അലർജി കൊണ്ടായിരിക്കും. ഈ പ്രോബ്ലം നമ്മൾ
ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടു. അപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്താണ്, അവിടുത്തെ പ്രോബ്ലം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അത് കഴിഞ്ഞ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് പ്രാക്ടീസിങ് ലോങ് ട്രിപ്പ്, നമ്മളൊരു വലിയ ലോങ് ട്രിപ്പ് ജേർണി ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതായത് റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നല്ല റിസർച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ഹാഫ് വേയിൽ നിന്ന് പോകും. ഡാറ്റ കളക്ഷൻസ് നമ്മൾ ബെസ്റ്റ് ടൂൾസ് യൂസ് ചെയ്യണം. അതുപോലെ സർവേസ്, എക്സ്പെരിമെൻറ്റ്സ്, ഇൻ്റർവ്യൂസ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്ന്. പിന്നെ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്, റേഞ്ച് ഓഫ്, ഉദാഹരണത്തിന് ഗെറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. നമുക്കൊരു ബാസ്ക്കറ്റ് ഒരു ഫ്രൂട്ട് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരു ബക്കറ്റിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കിടക്കുന്നു. നമുക്ക് വേണ്ടത് എന്താണ്, യു വാണ്ട് ഫുൾ റേഞ്ച് ഓഫ് ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ബനാനാസ് ആൻഡ് ഗ്രാപ്സ് ഫോർ ബാലൻസ്ഡ് ന്യൂട്രീഷണൽ ബാസ്ക്കറ്റ്. അതിൽ നിന്നെടുത്ത് മാറ്റിയ ശേഷം മാത്രമേ നമ്മൾ ഓറഞ്ച് പിക്ക് ചെയ്ത് എടുക്കത്തുള്ളൂ. അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിളിങ് ചെയ്യേണ്ടത്. ഡാറ്റ അനലൈസ് ചെയ്യണം. ഹൗസ് ഫ്രം ദ മെറ്റീരിയൽ ഫോർട്രേറ്റ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത്, അതുപോലെ തന്നെ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, നമ്മൾ അനലൈസ് ചെയ്യുന്ന ഡാറ്റയുടെ വാലിഡിറ്റി എന്താണ്, റിലയബിലിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് എത്തിക്കൽ കൺസിഡറേഷൻ. ഫൈനലി നമ്മൾ റിസർച്ച് നടത്തി കഴിയുമ്പോൾ ഫൈനലി നമ്മുടെ റിസർച്ച് വർക്കിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഔട്ട്സൈഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഗൈഡ് ദം റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് എനി ഹാം. നമ്മുടെ റിസർച്ചിന് എന്തെങ്കിലും ഹാം വരുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ നമ്മൾ ഒരിക്കലും അതുപോലെ പീപ്പിൾസ് വെൽഫെയർ ഷുഡ് ബി ഓവർ റൈഡ് പ്രയോറിറ്റി ജൂനിങ്. നമ്മൾ ജനങ്ങളുടെ വെൽഫെയർ ആണ് നമ്മുടെ റിസർച്ചിനെ കാട്ടി നമ്മൾ കൂടുതൽ കണക്കാക്കേണ്ടത്. സ്ട്രോങ് റിസർച്ച് ഡിസൈൻ കീ എലമെന്റ് ഓഫ് ദ, അതായത് സ്ട്രോങ് റിസർച്ച് എന്ന് പറയുന്നത്, എത്തിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് കീ എലമെന്റ് ആണ്. അടുത്ത എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എക്സ്പ്ലനേഷൻ. അതുപോലെ നമ്മൾ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് അപ്രോച്ചസിലാണ് റിസർച്ച് കാണേണ്ടത്. ഡിഡക്റ്റീവ് ഇൻവോൾവ് ഫോർമുലേറ്റിംഗ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ് ആൻഡ് തിയറീസ്, അതായത് ഡിഡക്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് അതിനകത്ത് ഉണ്ടായിരിക്കും, അതിൽ നിന്നാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പല പല പാറ്റേൺസിൽ നിന്നിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തെടുക്കും. എക്സ്പെരിമെൻ്റൽ, നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ക്രോസ് സെക്ഷണൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്, എക്സ്പെരിമെൻ്റ് ക്രോസ് സെക്ഷണൽ ആൻഡ് വെസ്റ്റ് ലോങ്ങിറ്റ്യൂഡൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ഗാദർ ഡാറ്റ ഫ്രം ഡിവേഴ്സ് ഗ്രൂപ്പ്, പല പല ഗ്രൂപ്പിൽ നിന്ന് സിംഗിൾ ടൈമിൽ തന്നെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് റിസർച്ചിൻ്റെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അസൈൻമെൻറ്റ്സ് എങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്തുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയൽസിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്. യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ് ദ ഇമ്പാക്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഓൺ മെൻ്റൽ ഹെൽത്ത് ഓഫ് ടീനേജേഴ്സ്. നമ്മുടെ ടീനേജേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങൾ. നമ്മൾ 2 സൂട്ടബിൾ റിസർച്ച് ക്വസ്റ്റ്യൻസ്, നമുക്ക് അവരിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെടുക്കേണ്ട 2 റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ടാസ്ക്. ഇപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻ 1, ഹൗ ഡസ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻഫ്ലുവൻസസ് ദ ലെവൽ ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എമംഗ് ദ ടീനേജേഴ്സ്. ഒരാമത്തെ ഫസ്റ്റ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ആവുന്നത്, ഈ ടീനേജേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിൽ എങ്ങനെയാണ് ആങ്സൈറ്റിയും ഡിപ്രഷൻസ് പോലുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്, ആങ്സൈറ്റി എന്താണ്, ഡിപ്രഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഡിക്രീസസ്, ആൻസൈറ്റി, ഡിപ്രസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സസൈസ് പ്രോഗ്രാംസ് എക്സസൈസ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത രണ്ടാമത്തെ റിസർച്ച്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതിനൊക്കെ ജസ്റ്റിഫിക്കേഷൻ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻ 1 അതിൻ്റെ സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇതുപോലെ നോക്കിയാലും മതി. റിസർച്ച് ക്വസ്റ്റ്യൻ 1, ഹൗ ഡസ് ദ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതെന്തിനാണ് ആ ക്വസ്റ്റ്യൻസ് പറയുന്നത്, നമ്മൾ റെഗുലർ എക്സസൈസ് റെഡ്യൂസ് ചെയ്യുന്ന ഡിപ്രഷൻ അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടീനേജേഴ്സിൻ്റെ ആങ്സൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് പറയാനാണ്. മെത്തേഡ്, കണ്ടക്ടിങ് സ്റ്റഡി, പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാംസ്. 6 മെത്തേഡ്, പല മെത്തേഡിൽ നമ്മൾ ആ ടീനേജേഴ്സിനെ സ്റ്റഡി ചെയ്യും, അവർ സൈക്കോളജിക്കൽ ടെസ്റ്റേഴ്സ് നടത്തും. അതുപോലെ തന്നെ റിസർച്ച് ക്വസ്റ്റ്യൻ, സാമ്പിൾ റിസർച്ച് ക്വസ്റ്റ്യൻ 2, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫ്രീക്വൻറ്റ്ലി ഇൻറ്റൻസ്ലി ആക്ടിവിറ്റീസ്, എന്താണ് ഇവരുടെ ടീനേജേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കും. ആക്ടിവിറ്റീസ് നോക്കിയിട്ടെങ്കിൽ മാത്രമല്ലേ കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ 2 റിസർച്ച് ക്വസ്റ്റ്യൻ്റെ കൺക്ലൂഷൻ എന്താണ്, ദിസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലോർ ഹൗ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പാക്റ്റ് ടീനേജ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആൻസറുകൾ എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നത്.
യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ് ന്യൂ ഇമിഗ്രേറ്റ്സ് ഫാമിലി ഇൻ യുവർ സൊസൈറ്റി. അപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്നത് നമ്മൾ പുതിയ പുതിയ എമിഗ്രേറ്റേഴ്സ് ഫാമിലി നമ്മൾ അവിടെ വരുമെങ്കിൽ എന്തൊക്കെ ചലഞ്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ചും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ഓഫ് റിസർച്ച് അതുപോലെ ഫസ്റ്റ് ഫിഗർ പേജ് 29 ഫിഗർ 30 ഫിഗർ വരും. ഇത്രയും ഫിഗർ ഇതിനകത്ത് കടന്നു വരും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും റിസർച്ച് ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, റിസർച്ച് എക്സ്പ്ലോർ ദ അണ്ടർസ്റ്റാൻഡിങ് ചലഞ്ചസ്. പുതിയ എമിഗ്രേറ്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുതിയ സോഷ്യൽ ആയിട്ടുള്ളത്, എക്കണോമിക് ആയിട്ടുള്ള കൾച്ചറൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡാറ്റ കളക്ഷൻസ് ചെയ്യും, ഡെപ്ത് ഇൻ്റർവ്യൂ നടത്തും, ഫോക്കസസ് ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യും, സാമ്പിളിംഗ് ചെയ്യും, ഡാറ്റ അനലൈസ് ചെയ്യും, അതിൻ്റെ എത്തിക്കൽ കൺസിഡറേഷൻ ചെയ്യും, റാഷണൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസ് ചെയ്യും. ഇതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺക്ലൂഷൻസ്. മൂന്നാമത് നോക്കൂ, യു ഹാവ് കളക്റ്റഡ് സർവേ ഡാറ്റ. 100 കോളേജ് സ്റ്റുഡൻസിൻ്റെ ഡാറ്റ എടുക്കണം. അക്കാഡമിക് പെർഫോമൻസസ് ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്രൈബ് ടു അപ്രോപ്രിയേറ്റ് മെത്തേഡ്. 2 മെത്തേഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എടുക്കാൻ വേണ്ടി 2 മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുക. അതും ഈ ടൈപ്പ് ഓഫ് റിസർച്ചിനകത്തുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് ക്വാളിറ്റേറ്റീവിന് വേണ്ടിയിട്ടാണ്. 100 സ്റ്റുഡൻസിൽ നിന്ന് അക്കാഡമിക് പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഫസ്റ്റ് മെത്തേഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സമ്മറൈസ് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു, മെയിൻ ഫ്യൂച്ചേഴ്സ് എഴുതുന്നു. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ഫ്രീക്വൻ്റ്ലി ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡീവിയേഷൻസ് നടത്തുന്നു. അതുപോലെ രണ്ടാമത്തത് കോറിലേഷൻ അനാലിസിസ് നടത്തുന്നു. കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് പേഴ്സൺസിനെ കോറിലേഷൻ ചെയ്ത് മെഷർ ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്നു. ആ മെത്തേഡ് 2 മെത്തേഡാണ്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫർ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. വാട്ട് ഈസ് ദ സം കീ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? What is the some key ethical consideration for research involving human participation? Human participations involve ചെയ്ത ethical considerations-ന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? ഡിസ്കസ് 3 ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് റിസർച്ചേഴ്സ് ഷുഡ് ഫോളോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. റിസർച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട 3 എത്തിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അത് നമ്മൾ ഈ എത്തിക്സ് കൺസേൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നത്. ഇൻഫോംഡ് കൺസെൻറ്റ്. ഇൻഫോംഡ് കൺസെൻറ്റ് മീൻസ് ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ ശേഷം മാത്രമേ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അവരിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാവുള്ളൂ. വോളണ്ടറി പാർട്ടിസിപ്പേഷൻസ് അവർ മനഃപൂർവ്വമായിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്യണം. അൺഡു ഇൻഫ്ലുവൻസോ കൊയർഷനോ ഒന്നും പാടില്ല. നമ്മളവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വാധീനം കൊടുത്തിയോ ഒന്നും ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പാടില്ല, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. കോമ്പിറ്റൻസ് ഓഫ് കൺസെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരിക്കണം. നമ്മൾ പാർട്ടിസിപ്പേറ്റ് കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അവർ കൺസെൻറ്റ് കോമ്പിറ്റൻസ് ആയിരിക്കണം. മൈനറോ ഇൻഡിവിജ്വലോ ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ ലീഗൽ ഗാർഡിയൻ്റെ പെർമിഷൻ വേണം. ഇൻഫോംഡ് കൺസെൻറ്റ് നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ ഓട്ടോണമിയും അവരുടെ ഒരു ഡിഗ്നിറ്റിയും നമുക്ക് വില കൊടുക്കുന്നതുകൊണ്ടാണ്. അത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി ഉണ്ടായിരിക്കണം. എന്താണ് ഡെഫിനിഷൻ? കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസുമായിട്ട് ബന്ധമെങ്കിൽ അയാളത് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് പറയുന്നെങ്കിൽ നമ്മളൊരു കാരണവശാലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പ്രൈവസി ഇൻവോൾവ് ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ നമ്മൾ അതിനൊരു ബൗണ്ടറീസ് വെച്ചിട്ട് നമ്മൾ അതിനുശേഷം മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ഡാറ്റ പ്രൊട്ടക്ഷൻ ചെയ്യണം. റിസർച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലിമിറ്റ് ഇതുണ്ടെങ്കിൽ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ലിമിറ്റഡ് ആക്സസ് ഓൺലൈൻ അതോറൈസ് ചെയ്യണം. ഡിസ്ക്ലോഷർ ലിമിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഹാം മിനിമൈസ് ചെയ്യണം. നമുക്ക് മിനിമൈസ് ഓഫ് ഹാം മീൻസ് നമുക്ക് എന്തെങ്കിലും റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ അത് ഫിസിക്കൽ ഹാം ഉണ്ടാക്കാൻ പാടില്ല, സൈക്കോളജിക്കൽ ഹാം ഉണ്ടാക്കാൻ പാടില്ല, ഇമോഷണൽ ഹാം ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ ഉണ്ടാക്കാൻ പാടില്ല. റിസർച്ച് ഷുഡ് കണ്ടക്ട് ത്രൂ ദ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യണം. അതായത് ഒരാൾ റിസർച്ചേഴ്സ് ചെന്ന് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് ഇൻവോൾവ്മെൻറ്റ് എന്തുകൊണ്ടോ നോക്കണം. അതിന് വേണ്ടിയിട്ട് എത്തിക്കൽ റിവ്യൂ കമ്മിറ്റീസ് എൻഷുർ ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ട് റിസർച്ച് ഇൻവോൾവിങ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് കൊടുക്കണം. എൻഷുറിങ് ഡാറ്റ എടുക്കുന്നവരിൽ നിന്ന് റെസ്പെക്റ്റ് കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഫെയർനെസ് കൊടുക്കണം. ഈ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർച്ചിന് എന്തുള്ളൂ, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുള്ളൂ. ആൻഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യു ആർ ഇൻ്റർസ്റ്റേറ്റിംഗ് കറണ്ട് ടീച്ചിങ് പ്രാക്ടീസസ് സ്കൂളിലെ കറണ്ട് ടീച്ചിങ് പ്രാക്ടീസിനെ ഒന്ന് മാറ്റണമെന്നും ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രാക്ടീസിനെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ അത്
പ്രൈമറി ഡാറ്റ ഉപയോഗിച്ച് സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ഡാറ്റ പേജ് 31 ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ആദ്യം പ്രൈമറി ഡാറ്റ എടുക്കണം, ആ പ്രൈമറി ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കണം, അതുപോലെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സ്റ്റഡി എടുക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കണം, അതുപോലെ അതിൻ്റെ സമ്മറി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ റിസർച്ചിൻ്റെ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മോഡ്യൂൾ, അതോടുകൂടി നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.